Hallelujah. 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 നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ നമുക്കൊരുക്കിടും അവനധികം. ഓ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരം അനുസരിച്ചാൽ നമുക്കൊരുക്കിടും അവനധികം. കൃപയരുളിടുമേ ബലമണിക്കുമേ, കൃപയരുളിടുമേ ബലമണിക്കുമേ, മറമധുരമായി മാറ്റിടുമേ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. ഇന്ന് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവസാന്നിധ്യം എന്ന വ്യക്തിയെക്കുറിച്ച്, ഒരു ടോപ്പിക് എന്ന് പറയുന്നതിനേക്കാൾ ദൈവസാന്നിധ്യം എന്ന ആ വ്യക്തിയെക്കുറിച്ച്, ദൈവസാന്നിധ്യത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഇന്ന് ഈ സന്ധ്യാസമയത്തും ഞാൻ ലൈവിൽ വന്നിരിക്കുന്നത്. ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കുമായിട്ട് നന്ദി പറയുകയാണ്, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ദൈവസാന്നിധ്യത്തെക്കുറിച്ച് സംസാരിക്കുവാനുള്ള ഒരു നിയോഗം ഉണ്ടായതുകൊണ്ടാണ് തുടർമാനമായിട്ട് ചില ദിവസങ്ങളിൽ ഈ ടോപ്പിക്കുമായിട്ടുള്ള ബന്ധത്തിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദയവായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ഇത് അനുഗ്രഹമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കഴിയുന്നതും ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അനേകർക്ക് ഇത് അനുഗ്രഹമാകട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഒരു വലിയ കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവസാന്നിധ്യത്തിൻ്റെ അളവുകൾ കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി തുറന്നു തന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന അല്ലെങ്കിൽ പിന്നത്തേതിൽ ഇത് കേൾക്കുവാൻ പോകുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം അളവില്ലാതെ ചൊരിയപ്പെടുവാൻ, ഭാവനകൾക്കും ബുദ്ധിക്കുമൊക്കെ അതീതമായിട്ടുള്ള ദൈവസാന്നിധ്യത്തിൻ്റെ വലിയ അളവുകൾ പകരപ്പെടുവാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നലെ നാം സംസാരിച്ച് തുടങ്ങിയത്, ഇന്നലെ ഇതിനകത്ത് അറ്റൻഡ് ചെയ്തവരുണ്ടായിരിക്കും. ഇന്നലെ ആരെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട് 1 പ്രസൻസ് ഓഫ് ഗോഡ് പാർട്ട് 1 ഇന്നലെ ഞാൻ ചെയ്ത ഒരു സെഷനുണ്ട്. ആ സെഷന് നിങ്ങൾ കേൾക്കുവാനായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. തുടർമാനമായി ചില ദിവസങ്ങളിൽ ഇത് മുമ്പോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ദൈവസാന്നിധ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ നാം ഈ സംസാരിക്കുന്ന കാര്യം അതൊരു
ഒരു ഒരു ടോപ്പിക്കോ ഒരു പ്രസംഗ വിഷയമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ബൈബിളിലെ പ്രസംഗങ്ങളുടെ പ്രത്യേകത അല്ലെങ്കിൽ ഓരോ വിഷയങ്ങളുടെ പ്രത്യേകത അത് ബൈബിളിൽ തന്നെ ഇരിക്കത്തില്ല. അത് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നത് ഇറങ്ങി വരും, വെളിപ്പെട്ടു വരും. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും മേൽ അത് ശക്തിയോടെ വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവ സാന്നിധ്യം, അതിനുവേണ്ടിയുള്ള പ്രവാചകനാകുന്ന യെശയ്യാവിൻ്റെ ഒരു പ്രാർത്ഥനയോടുകൂടാണ് നമ്മൾ ഇന്നലെ തുടങ്ങിയത്. യെശയ്യാപ്രവചനം 64-ാം അധ്യായത്തിൽ ആകാശത്തെ കീറിക്കൊണ്ട് ദൈവസാന്നിധ്യം ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എൻ്റെ നാമത്തെ വൈരികൾക്ക് വെളിപ്പെടുത്തേണ്ടതിന് ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം, മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെ, ചുള്ളി കത്തുന്നത് പോലെ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള ഒരു പ്രാർത്ഥന, ഹൃദയം തുറന്ന് അസാധാരണമായ പ്രാർത്ഥന പ്രാർത്ഥിച്ച പ്രവാചകനാകുന്ന യെശയ്യാവിനെ നാം കണ്ടു. ആ പ്രാർത്ഥനയുടെ മറുപടി, ദി ആൻസർ ഓഫ് ദാറ്റ് പ്രേയർ didn't happen all of a sudden, but it took years. It took some 400 years, some centuries, but none of our prayers are dying without getting the answer. ഒറ്റ പ്രാർത്ഥനകൾ പോലും മറുപടികളില്ലാതെ മരിക്കുന്നില്ല. God in His mercy, He give answer to each and every prayers that you and I are uttering with the help of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നീ ഉച്ചരിക്കുന്ന ഓരോ പ്രാർത്ഥനകൾക്കും സ്വർഗത്തിലെ ദൈവം അതിൻ്റെ സമയത്ത് ഉത്തരങ്ങൾ നൽകി തന്നുകൊണ്ടിരിക്കും. യെശയ്യാവിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ചത് 400 വർഷങ്ങൾക്ക് ശേഷം കർത്താവായ യേശു ക്രിസ്തു യോർദാൻ നദിയിൽ സ്നാനപ്പെട്ട് കയറിയപ്പോഴാണ്. ഒരു പ്രാവ് അവൻ്റെ മേൽ ഇറങ്ങി വന്ന് വസിച്ചു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന ദേഹരൂപേണ അവൻ്റെ മേൽ ഇറങ്ങി വന്ന് വസിച്ചു. എങ്ങനെയാണ് കർത്താവ് ആ സാന്നിധ്യത്തെ തൻ്റെ കൂടെ കൊണ്ടു നടന്നതും ശുശ്രൂഷിച്ചതും ജീവിച്ചതും, എങ്ങനെയാണ് ആ സാന്നിധ്യത്തെ അവിടുന്ന് ഉൾക്കൊണ്ടത്, സ്വീകരിച്ചതെന്ന് അല്പമായി ഇന്നലെ ചിന്തിക്കുവാനായിട്ടിടയായി. അപ്പോൾ തന്നെ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് മെയിൻലി ഇൻ 2 different ways. Number 1 is the universal presence of God, and number 2 is the manifested presence of God. Universal presence of God is everywhere. ഒരു സാർവലൗകികമായ ദൈവ സാന്നിധ്യം ഈസ് എവ്രിവെയർ, എല്ലായിടത്തും ഉണ്ട്. ബട്ട് the children of God or the saints of God, കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധന്മാർ, they would always go after the manifested presence of God. കർത്താവിൻ്റെ പ്രകടമാക്കപ്പെടുന്ന സാന്നിധ്യത്തിൻ്റെ പുറകെ യാത്ര ചെയ്തവരായിരുന്നു ദൈവഭക്തന്മാരെല്ലാവരും. പ്രകടമാക്കപ്പെടുന്ന സാന്നിധ്യത്തിൻ്റെ പുറകെ യാത്ര ചെയ്തവരായിരുന്നു. അങ്ങനെ കർത്താവിൽ ആ സാന്നിധ്യം വെളിപ്പെട്ടിരുന്നതും, ആ സാന്നിധ്യം തന്നിൽ നിന്ന് നിത്യത മുതൽ നിത്യത വരെയുള്ള കാലഘട്ടത്തിൽ ചില നിമിഷങ്ങളിൽ കാൽവറി ക്രൂശിൽ വെച്ച് ചില മണിക്കൂറുകൾ മാറ്റപ്പെട്ടപ്പോൾ എങ്ങനെയാണ് അവിടുന്ന് അതിനോട് പ്രതികരിച്ചത് നാം കണ്ടു. അവൻ ആലറിക്കരഞ്ഞ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് ആലറിക്കരഞ്ഞ് അവിടുന്ന് പ്രതികരിക്കുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരേ ഒരു നിമിഷത്തിലാണ്. അത് ആ സാന്നിധ്യം തന്നെ വിട്ടു പോയപ്പോഴാണ്. സോ ഈ സാന്നിധ്യം എത്ര പ്രാധാന്യമാണെന്ന് നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡലായ യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ സാന്നിധ്യം അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവ്, ആ പ്രാവ് അവനെ വിട്ടു പോകുവാൻ അവൻ ഒരിക്കലും സമ്മതിച്ചില്ല. He is a gentle spirit, Holy Spirit. As his name indicates, he is holy and he is gentle, though he is almighty and powerful. അവിടുന്ന് സർവശക്തനായിരിക്കുമ്പോൾ തന്നെ he is so gentle and he is holy. അവന് യോഗ്യമായ വാസസ്ഥലങ്ങൾ ഒരുക്കി കൊടുക്കുന്നിടത്താണ് അവൻ വന്നിരിക്കുന്നതും സ്ഥിരമായി വസിക്കുന്നതും. അല്ലെങ്കിൽ അവിടുന്ന് വരും, കാര്യങ്ങൾ നിർവഹിച്ചിട്ട് പോകും. പലരുടെയും മേൽ, പഴയ നിയമവിശുദ്ധന്മാരുടെയൊക്കെ മേൽ അവിടുന്ന് വരും, കാര്യങ്ങൾ നിർവഹിച്ചിട്ട് മടങ്ങിപ്പോകും. പുതിയ നിയമത്തിൽ we are the temple of the living God. We are supposed to host his presence. അവിടുത്തെ സാന്നിധ്യത്തെ ചുമക്കാൻ, വഹിക്കാൻ, ഉൾക്കൊള്ളുവാൻ, സ്വീകരിക്കുവാൻ വിളിക്കപ്പെട്ട അവിടുത്തെ മന്ദിരങ്ങളാണ് നാം ഓരോരുത്തരും. ടെക്നിക്കലി we are the temple, but if we don't host him in a proper way, അവനെ വേണ്ട രീതിയിൽ സ്വീകരിക്കുവാനും അവനെ ഉൾക്കൊള്ളുവാനും അവനോട് ചേർന്ന് നടക്കുവാനും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ പ്രാവ് എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കത്തില്ല. അതിന് നമ്മെ വിട്ടു പോകേണ്ടതായിട്ട് വരും. ബിക്കോസ് ഓഫ് ഹിസ് ഹോളിനെസ്, ബിക്കോസ് ഓഫ് ഹിസ് ജെൻറ്റിൽനെസ്. എന്നാൽ ഈ തലമുറ പാപത്തിൽ ജീവിക്കുന്ന തലമുറയല്ല. ഈ തലമുറ കർത്താവിനെ ഉപയോഗിക്കുന്ന തലമുറയല്ല. ഈ തലമുറ കർത്താവിൻ്റെ കരങ്ങളിൽ ഇണങ്ങുന്ന ആയുധങ്ങളായി ഉപയോഗിക്കപ്പെടുന്ന ഈ തലമുറ വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും ദൈവകൃപയിലും
പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കുന്ന ആലയങ്ങളായി അവിടുന്ന് സ്ഥിരമായി ഹി ഷുഡ് ഫീൽ ഹോം. നമ്മുടെ മേൽ, നമ്മുടെ കൂടെ അവന് വീട്ടിൽ വന്നൊരു ഫീല് വേണം. ഹല്ലേലൂയ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചോ? ഹി ഷുഡ് ഫീൽ ഹോം ഇൻ യു. നിൻ്റെ മേൽ അവിടെ നിറങ്ങി വരുമ്പോൾ, എൻ്റെ മേൽ അവിടെ നിറങ്ങി വരുമ്പോൾ വീട്ടിൽ, സ്വന്തം വീട്ടിൽ വന്ന ഒരു ഫീല് പരിശുദ്ധാത്മാവാം ദൈവത്തിന് അല്ലെങ്കിൽ ആ പ്രാവിന് ലഭിക്കണം. ആ നിലകളിലായിരിക്കണം ആ ദൈവിക സാന്നിധ്യത്തെ നാം ഉൾക്കൊള്ളേണ്ടത്. അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എവിടെയൊക്കെ പോയാലും, ഏതെല്ലാം സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്താലും, നിങ്ങളുടെ വീട് ചിലപ്പോൾ വലിയ വീടൊന്നും ആയിരിക്കത്തില്ല, കൊച്ചൊരു വീടായിരിക്കാം. ഇറ്റ് ക്യാൻ ബി എ സ്മോൾ ഹട്ട്, ബട്ട് വെൻ യു കം ബാക്ക് ടു യുവർ ഓൺ ഹൗസ് you feel refreshed, right? You feel that's where you are yourself. അവിടാണ് നിന്നെ തന്നെ നാമായി മാറുന്നത്. അവിടാണ് നമുക്ക് യഥാർത്ഥ റെസ്റ്റ് കിട്ടുന്നത്. പരിശുദ്ധാത്മാവിന് നിന്നിൽ, ആ വ്യക്തിക്ക്, സാന്നിധ്യം എന്ന വ്യക്തിക്ക്, അവനെ കൊതിക്കുന്ന, അവനെ ആഗ്രഹത്തോടെ. ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു അതിഥിയെ ഹോസ്റ്റ് ചെയ്യുന്ന പല രീതികളുണ്ട്. ചിലർ നിർബന്ധപൂർവ്വം ഹോസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ചിലർ വന്നുപോയല്ലോ ഇനി എന്ത് ചെയ്യും എന്ന് കരുതി ഹോസ്റ്റ് ചെയ്യുന്നവരുണ്ട്. മറ്റു ചിലരുടെ റിക്വസ്റ്റ് പ്രകാരം ഒരു അതിഥിയെ ഹോസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷനായിട്ട് ചെയ്യുന്നവരുണ്ട്. ബട്ട് നീ ആഗ്രഹിച്ച്, നീ ക്ഷണിച്ച്, ഒത്തിരി ആഗ്രഹിച്ച് കാത്തിരുന്ന നിനക്ക് ലഭിക്കുന്ന ചില അതിഥികളുണ്ട്. അങ്ങനെയുള്ള അതിഥികൾക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കുന്നത്, നിങ്ങളുടെ ഭവനം ഒരുക്കുന്നത്, നിങ്ങളുടെ കാര്യങ്ങൾ ഒരുക്കുന്നത്, സൽക്കാരങ്ങൾ ഒരുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. And we want him to, that guest to feel home with us. നമ്മോട് കൂടെ ആ അതിഥിക്ക് ഒരു വീട്ടിൽ, സ്വന്തം വീട്ടിലെ ഫീല് കിട്ടണം. അതിനുവേണ്ടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട നിലകളിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്രമീകരിക്കാനായിട്ട് തുടങ്ങും. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വസിക്കുമ്പോൾ ഡിവൈൻ സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ കാര്യങ്ങൾ മാറും. അവൻ നമ്മോട് കൂടെ വസിക്കുന്നു എന്നുള്ള ആ അവയർനെസ്, ആ ബോധ്യം, കോൺഷ്യസ്ലി, when you are consciously aware that you and I are supposed to host him, supposed to hold him, supposed to invite him. Amen. അവനോട് കൂടെ നടക്കാൻ, വസിക്കുവാൻ, അവൻ നമ്മിൽ വസിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യമുള്ളപ്പോൾ അവന് യോഗ്യമാകും വണ്ണം, ആ സാന്നിധ്യത്തിന് യോഗ്യമാകും വണ്ണമുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് നിങ്ങൾ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തെക്കുറിച്ച്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിലൊക്കെ ചെയ്ത, രാത്രികളിലൊക്കെ സംഭവിച്ച ദൈവപ്രവൃത്തികളെക്കുറിച്ച് എന്നോട് സാക്ഷ്യങ്ങളായി എഴുതി അറിയിച്ചവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യവുമായി ബന്ധത്തിൽ വലിയ ടെസ്റ്റിമണീസ് ഉണ്ടാകാൻ പോവുകയാണ്. ഞാൻ ഈ പറയുന്നത് വാക്കുകളിൽ ഒതുങ്ങാതെ യാഥാർത്ഥ്യമായി നിങ്ങളുടെ മേൽ ഇറങ്ങി വരാൻ പോവുകയാണ്. നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, നിങ്ങൾ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഈ മെസ്സഞ്ചറിലൂടെയോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ ഒക്കെ എന്നെ അറിയിച്ച സന്തോഷമായിരിക്കും. പ്രാർത്ഥിക്കുവാൻ സന്തോഷമായിരിക്കും, എൻകറേജ്മെൻ്റ് ആയിരിക്കും. കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യട്ടെ. ടുഡേ വി ആർ ഗോണ കം ബാക്ക് ടു ദിസ് ടോപ്പിക് ലിറ്റിൽ ബിറ്റ്. ഇന്ന് നാം കടന്നു വരുന്നത് എക്സോഡസ്, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 33, 33 അധ്യായം, പുറപ്പാട് പുസ്തകത്തിൻ്റെ 33 അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളാണ്. ആ വാക്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴേക്കും ഈ സാന്നിധ്യത്തിൻ്റെ വലിയൊരു അളവ് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നുകൊണ്ടിരിക്കും. വലിയൊരു ദാഹത്തിലേക്ക്, ഇന്ന് ചില കിണറുകൾ കുഴിക്കുന്നത് പോലെ വറ്റിപ്പോയ, വിശപ്പും ദാഹവുമൊക്കെ വറ്റിപ്പോയ ചില ഇടങ്ങളിൽ അബ്രഹാം കുഴിച്ചതും ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിയതുമായ കിണറുകളെ ഇസ്ഹാക്ക് ആവർത്തിച്ച് കുഴിച്ചതുപോലെ ചിലതിനെ, ഉറവുകളെ കുഴിച്ചെടുക്കുന്ന ഒരു ദിവസമായിരിക്കും, മണിക്കൂറുകളായിരിക്കും. അതുകൊണ്ട് വളരെ ദാഹത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുക. Exodus chapter 33 verse 15 and 16 says like this: Then he said to him, If your presence does not go with us, do not bring us up from here. For how then will it be known that your people and I have found grace in your sight, except you go with us? So we shall be separate, your people and I, from all the people who are upon the face of the earth. 33:15-16 ഞാൻ മലയാളത്തിലും ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. അവനവനോട്, മോശ ദൈവത്തോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത്
ഏതിനാൽ അറിയും? നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിൻ്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. ഈ വായിക്കുന്ന വാക്യങ്ങളൊക്കെ നമ്മുടെ മേൽ അതുപോലെ ഇറങ്ങി വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലരെ ഇന്ന് അതിവിശേഷതയുള്ള വ്യക്തികളാക്കി. ഒരു വിശേഷതയുമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും, ഒരു കുടുംബമായിരിക്കും, പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത, കാതലായിട്ടൊന്നും പറയാനില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും, ഒരു കുടുംബമായിരിക്കും താങ്കൾ. പക്ഷേ ദൈവസാന്നിധ്യം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അതിവിശേഷതയുള്ള, ഭൂമിയിലൊക്കെ അതിവിശേഷതയുള്ള, സകല ജാതികളിലും അതിവിശേഷതയുള്ള ഒരു വ്യക്തിയാക്കി സാന്നിധ്യം നിങ്ങളെ മാറ്റുകയാണ്. ഇൻ ജീസസ് നെയിം ഈ സാന്നിധ്യം നിങ്ങളെ അതിവിശേഷതയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുകയാണ്. ഞാൻ ഈ വായിച്ച വാക്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പെട്ടെന്നൊന്ന് വരട്ടെ. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു കേട്ടോ. ശ്രദ്ധയോടെ കാത്തിരിക്കുക. 40 വർഷങ്ങളിൽ മോസസ് വാസ് എ പ്രിൻസ് ഓഫ് ഈജിപ്റ്റ് ഫോർ ദ ഫസ്റ്റ് 40 years, ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ഹിസ് ലൈഫ്. അവൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ ഒരു ഭാഗം 40 വർഷം ഈജിപ്തിലെ ഒരു പ്രിൻസ് ആയിരുന്നു മോസസ്, നമുക്കറിയാം. ദ സെക്കൻഡ് 40 years, അടുത്ത 40 വർഷം മോശ എല്ലാ ഈജിപ്തിൽ നിന്നും മിസ്രൈമിൽ നിന്നും പഠിച്ച സകലതും മറന്ന, അല്ലെങ്കിൽ ആ ജീവിതം പോലും എന്നേക്കുമായി വെടിഞ്ഞ് ഇനിയൊരു പ്രതീക്ഷയ്ക്കോ ഒരു ഉയർച്ചയ്ക്കോ സാധ്യതകളില്ലാതെ വണ്ണം മോശ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഗ്രാഫ് നേരെ കുത്തനെ താഴോട്ട് പോയി. പ്രിൻസായിരുന്ന മോസസ് ഹി ടേൺഡ് ആസ് എ ഷെപ്പേർഡ്. മരുഭൂമിയിൽ ആളുകളോ പരിവാരങ്ങളോ ഇല്ലാതെ വെറും മൃഗങ്ങളോടുകൂടെ അടുത്ത 40 വർഷം മോശ ജീവിക്കുകയാണ്. ആകെ കൂടി ആ കാലഘട്ടത്തിൽ മോശയുടെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. തൻ്റെ വിവാഹിതനാകാൻ പറ്റി, കുഞ്ഞുങ്ങളുണ്ടായി. അതിനപ്പുറത്തൊരു ലോകമില്ല. ആദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത് ഗ്ലോറിയസ് ആയിരുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു തകർച്ച നിമിത്തം ആ ഗ്രാഫ് നേരെ താഴോട്ട് പോയി. ഇതെന്നെ കേൾക്കുന്ന ചിലരോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. ജീവിതത്തിൻ്റെ ഏതോ ചില ഒറ്റ സംഭവങ്ങൾ നിൻ്റെ ലൈഫിലുണ്ടായത് നിമിത്തം നിൻ്റെ ഗ്രാഫ് നേരെ താഴോട്ട് പോയി. ഇനി പ്രതീക്ഷയ്ക്കോ പിടിച്ചു കയറുമെന്നോ ഒന്നും ആഗ്രഹമോ ചിന്തയോ സാധ്യതകളോ ഇല്ലാത്ത പരിപരുത്ത ഒരു മനസ്സിനുടമയായിട്ട് ഉണ്ടായിരുന്നുവെന്ന് തോന്നുന്നതെല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒരു നല്ല ഭാവി ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത നിലകളിൽ, ഹി ഡോണ്ട് ഈവൻ ഡിസയർ ഫോർ എ ഗുഡ് ഫ്യൂച്ചർ, ഹി ഡോണ്ട് ഈവൻ തിങ്ക് അബൌട്ട് ഗെറ്റിംഗ് എ ബെറ്റർ ലൈഫ്. കാരണം he just made himself comfortable with the present situations. താൻ തന്നെ വരുത്തി വെച്ച പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇനി രക്ഷപ്പെടുമെന്നുള്ള ആശയില്ല. എന്തെങ്കിലും രക്ഷപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നെങ്കിൽ അത് ഈജിപ്തിലായിരുന്നു. അത് പോയി. ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഈ മരുഭൂമിയിൽ എവിടെ രക്ഷപ്പെടാനാണ്? എന്താ തനിക്കുള്ളത്? ഒരു ഉയർച്ചയ്ക്കുള്ള സാധ്യത എന്താണ്? യാതൊരു സാധ്യതകളും ഇല്ലാത്തവനായ, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത പോലുമില്ലാത്ത, ഒരു ദൗത്യത്തെക്കുറിച്ച് ചിന്ത പോലുമില്ലാത്ത, മുമ്പിൽ ബ്ലാങ്ക് ആയിരിക്കുന്ന, ശൂന്യത മാത്രമുള്ള ഒരു വ്യക്തിയായി സെക്കൻഡ് ഫേസ് മോസസ് മാറി. ഇന്നെ കേൾക്കുന്ന ചിലരൊക്കെ ജീവിതത്തിൻ്റെ ഈ സെക്കൻഡ് ഫേസിൻ്റെ ഏതോ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു ചാപ്റ്റർ നിൻ്റെ ലൈഫിൽ വരുന്നത് കൊണ്ട് എല്ലാ കഥയിലും ഇഷ്ടപ്പെടാത്ത ചില ചാപ്റ്ററുകളുണ്ട് കേട്ടോ. ആ കഥ കഴിയുമ്പോഴാണ്, ആ കഥ മുഴുവൻ വായിച്ചു കഴിയുമ്പോഴാണ് അങ്ങനെയുള്ള ചാപ്റ്ററുകളുടെ മനോഹാരിത നിങ്ങൾ മനസ്സിലാക്കുന്നത്. ബട്ട് വെൻ യു ഗോ ത്രൂ ദാറ്റ് ചാപ്റ്റർ, യു റിയലി വിഷ് ദാറ്റ് ഹൗ നൈസ് ഇഫ് ദിസ് ചാപ്റ്റർ വുഡ് നോട്ട് ബി ദെയർ. ഇങ്ങനെ ഒരു അധ്യായം ഈ പുസ്തകത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് അതിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തിക്കുന്ന ഓരോ ചാപ്റ്ററുകൾ, അല്ലെങ്കിൽ ചില ചാപ്റ്ററുകൾ എല്ലാ നോവലിലും ഉണ്ടാകും, എല്ലാ കഥകളിലും ഉണ്ടാകും, എല്ലാ മൂവീസിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അറ്റ് ദി എൻഡ് യു വിൽ റിയലൈസ് ദ ഡിഫറൻസ്. കർത്താവ് നിങ്ങളെ ഇപ്പോൾ നിങ്ങൾ പോകുന്ന ഈ ചാപ്റ്റർ കൊണ്ട്
നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാൻ അനുവദിക്കത്തില്ല. ഞാൻ ആവർത്തിക്കുന്നു, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും, അനേകരോട്, അല്ലെങ്കിൽ എന്നെ കേൾക്കുവാൻ പോകുന്ന അനേകരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ ശബ്ദം അറിയിക്കുന്നു. യു ആർ നോട്ട് ഗോയിങ് ടു എൻഡ് വിത്ത് ദ പ്രസൻറ്റ് ചാപ്റ്റർ ഓഫ് യുവർ ലൈഫ്. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഈ ചാപ്റ്റർ കൊണ്ട് നിങ്ങളുടെ ലൈഫ് തീരത്തില്ല. ഇതിനപ്പുറത്ത് അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റോടുകൂടെ വേറൊരു ചാപ്റ്റർ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകൾ ചിലരുടെ ലൈഫിനകത്തോട്ട് വരുന്നുവെന്ന് കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു. അൺഎക്സ്പെക്റ്റഡ് totally unexpected shifts, twist are going to happen in some of your lives. ചില ജീവിതങ്ങൾക്കകത്ത് പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള ചില ട്വിസ്റ്റുകളും ചില ടേണിങ്ങുകളും വരുന്നുണ്ട്. അങ്ങനെ ഒരു ടേണിംഗ് ആയിരുന്നു രണ്ടാമത്തെ ഘട്ടമാകുന്ന 40 വർഷത്തിൻ്റെ ഒടുവിൽ മോശയുടെ ജീവിതത്തിൽ വന്നത്. 40 വർഷത്തിൻ്റെ ഒടുവിൽ മോശയുടെ ജീവിതത്തിൽ കടന്നു വന്നത്. അതെങ്ങനെയാണ് ആ ഘട്ടം കടന്നു വന്നത്? ആ ഘട്ടം കടന്നു വന്നത് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന മോശയെ ഹോരേബിൻ്റെ മുകളിൽ, ഹോരേബ് പർവ്വതത്തിൻ്റെ, ദൈവത്തിൻ്റെ പർവ്വതം, മോശയ്ക്ക് അതൊന്നും അറിയത്തില്ല. അവൻ നിൽക്കുന്ന, അവനിപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന, അവൻ പോലും അറിയാതെ അടുത്ത് വന്നിരിക്കുന്ന ആ ഭൂമി, ആ പർവ്വതം ദൈവത്തിൻ്റെ പർവ്വതമാണെന്ന് മോശയ്ക്കൊരു ബോധ്യമില്ലായിരുന്നു. ദൈവത്തിൻ്റെ നിയോഗങ്ങൾ ബാലൻസ് കിടക്കുന്നവനെ ദൈവം പോലും അറിയാതെ, അവൻ പോലും അറിയാതെ ദൈവത്തിൻ്റെ പർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളിൽ അവൻ എത്തപ്പെടും. ഒരുപക്ഷെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊരു താഴ്വരയിലായിരിക്കും നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ നിയോഗങ്ങൾ അവശേഷിക്കുന്ന ചിലരെ അവർ പോലും അറിയാതെ യാദൃശ്ചികമായി ദൈവത്തിൻ്റെ പർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളിലേക്ക് അവർ ആകർഷിക്കപ്പെടും. ദൈവ സാന്നിധ്യത്തിനൊരു മാഗ്നറ്റിക് പവറുണ്ട്, സ്പിരിച്വൽ മാഗ്നറ്റിക് പവർ ഫോർ ദ പ്രസൻസ് ഓഫ് ഗോഡ്. Moses, you don't have any idea what was pulling you towards this mountain. ഇതിനകത്തോട്ട് നീ ആഗ്രഹിച്ചില്ലെങ്കിലും ആകർഷിച്ച് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് നിന്നെ കാത്തിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു മാഗ്നറ്റിക് പവറാണ്. ഹല്ലേലൂയ, ശലബര. കർത്താവ് നിങ്ങളിൽ ചിലരെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നു തൻ്റെ സാന്നിധ്യത്തിലേക്ക്. ഭയങ്കരമായിട്ടൊരു മാഗ്നറ്റിക് പവർ, ഒരു ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ചിലരെ ആഴമായിട്ട് ആകർഷിക്കുന്നു. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, 1-2 മിനിറ്റുകൾ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഐ സറണ്ടർ ലോർഡ്, ഓ ഐ സറണ്ടർ ഓൾ, ഐ സറണ്ടർ ഓൾ, and I surrender all. I surrender all to Thee, my blessed Savior. I surrender all to Thee, my blessed Savior. I surrender all. ഞാൻ പറഞ്ഞല്ലോ, ഈ യൂണിവേഴ്സൽ പ്രസൻസ് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഹോറേബിൻ്റെ മോളിൽ രണ്ടാമത്തെ ഘട്ടത്തിലുള്ള ഒരു പ്രസൻസ് കാത്തിരിക്കുകയാണ്, മാനിഫെസ്റ്റഡ് പ്രസൻസ്. തേജോമയനായ ദൈവം മുൾപ്പടർപ്പിൻ്റെ മോളിൽ ഇറങ്ങി നിൽക്കുകയാണ്. ദ മാനിഫെസ്റ്റഡ് പ്രസൻസ് ഓഫ് ഗോഡ്. ഒരു ലൊക്കേഷനിൽ, ഒരു സ്ഥലത്ത്, ഒരു പ്രത്യേക ഇടത്ത് ദൈവം തന്നെ ചുരുക്കി ഇറങ്ങി വന്ന് നിൽക്കുകയാണ്. ദ മാനിഫെസ്റ്റഡ് പ്രസൻസ് ഓഫ് ഗോഡ്. മോശ ഈജിപ്തിലായിരുന്നപ്പോൾ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു കേട്ടോ. 40 വർഷം ദൈവസാന്നിധ്യം അവനെ കണ്ടിരുന്നു. മോശ മരുഭൂമിയിൽ 40 വർഷം ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവസാന്നിധ്യം അവനെ കണ്ടിരുന്നു. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ഇമ്പാക്ട് ഹിം അറ്റ് ഓൾ. യാതൊരു മാറ്റവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ദൈവത്തെക്കുറിച്ചുള്ള ഒരു ബോധം പോലും ഉണ്ടായിരുന്നില്ല. ദാറ്റ്സ് വാട്ട് ഹാപ്പൻ വെൻ എ യൂണിവേഴ്സൽ പ്രസൻസ് ഓഫ് ഗോഡ്, under the universal presence of God, nothing change happens.
പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല, അവൻ്റെ കണ്ണുകളെല്ലാം കാണുന്നുണ്ട്. പക്ഷേ when a manifested presence of God reveals in a place or a season or a time of your life, നിൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ദൈവത്തിൻ്റെ മാനിഫെസ്റ്റഡ് പ്രസൻസ് ഒരു സ്ഥലത്തോ നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിലോ ഒരു രാത്രിയിലോ ഒരു പകലോ എവിടെയെങ്കിലും ഇറങ്ങി നിന്നാൽ, നിൻ്റെ യാത്രയിൽ നിന്നെ സ്വീകരിക്കുവാൻ ഇറങ്ങി നിന്നാൽ, that's where your life turns. The next chapter, the unexpected chapter of your life begins there. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷിക്കാത്ത ചാപ്റ്ററുകൾ ആരംഭിക്കുന്നത്, എഴുതിത്തള്ളിയ പുസ്തകങ്ങളിൽ നിന്ന് ചലിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന അധ്യായങ്ങൾ ആരംഭിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, എഴുതിത്തള്ളിയ പുസ്തകങ്ങളുടെ പേജുകൾക്കപ്പുറത്ത് കുത്തിട്ട് അവസാനിപ്പിക്കേണ്ടടുത്ത് ആ കുത്തിനെ കോമയാക്കി മാറ്റി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ത്രസിപ്പിക്കുന്ന ചാപ്റ്ററുകൾ ആരംഭിക്കുന്നത് when you get encountered with the manifested presence of God. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പ്രസംഗ വിഷയമായിരിക്കാതെ യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനേകരുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ മാനിഫെസ്റ്റഡ് പ്രസൻസ് ഓഫ് ഗോഡിൻ്റെ ഹോരേബിൽ ഒരു മനുഷ്യനെ എതിരേൽക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ ചുരുങ്ങി ഇറങ്ങി നിന്നതുപോലെ ഇതിനകത്ത് ചിലരെ എതിരേൽക്കുന്നതിന് വേണ്ടി, ചിലരോട് ഇടപെടുന്നതിന് വേണ്ടി ചിലർക്ക് ദമാസ്കോസുകൾ ആരംഭിക്കട്ടെ, റോഷ കറ്ററം, ചിലർക്ക് മഹനയിമകൾ ആരംഭിക്കട്ടെ, ഓറലബസ്, ചിലർക്ക് മാളിക മുറികളായി ഈ ദിവസങ്ങൾ പരിവർത്തിക്കട്ടെ, ചിലർക്ക് ഹോരേബുകളായി ഇത് വെളിപ്പെടട്ടെ, വേറെ ചിലർക്ക് കർമ്മേലുകളായി ഇത് വെളിപ്പെടട്ടെ, വേറെ ചിലർക്ക് ഇത് കാൽവറികളായി വെളിപ്പെടട്ടെ. ഓറല സബാറ ഷഗൽഖന ധുനൽബ്രബ സിയാംധുറുളുറുബോ സെഖെറ്റെരലെരബെ റിയാംധുറുളുറുബോ ഷെഖെരരെബെ. എൻകൗണ്ടറുകൾ നടക്കുന്ന ദിവസങ്ങളായിരിക്കും ഇത്. എൻകൗണ്ടറുകൾ, ഡിവൈൻ എൻകൗണ്ടറുകൾ, totally unexpected for you but totally pre-planned expected events are going to happen in your life. നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗം പ്ലാൻ ചെയ്തിരിക്കുന്നതും സ്വർഗത്തിൻ്റെ കൃത്യനിയോഗത്തിൽ ഉൾപ്പെട്ട് ഇരിക്കുന്നതും എന്നാൽ നിങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ലാത്തതുമായ ഡിവൈൻ എൻകൗണ്ടറുകളുടെ ഡോറുകൾ തുറക്കപ്പെടുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ. ഒന്ന് കരങ്ങളെ ഉയർത്തിയായി റിസീവ് ഇറ്റ് എന്ന് പറഞ്ഞാട്ടെ. ഞാനത് സ്വീകരിക്കുന്നു, എൻ്റെ മേൽ ഞാനതിനെ സ്വീകരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാനതിനെ സ്വീകരിക്കുന്നു, എൻ്റെ ഭവനത്തിൽ ഞാനതിനെ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. സോ ഹോരേബിൽ ഇറങ്ങി നിൽക്കുന്ന ആ സാന്നിധ്യത്തിൻ്റെ മറവിൽ നിന്ന് മോശയെ ദൈവം വിളിക്കുന്നു. മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന നിയോഗം അതിശക്തമായ നിയോഗമാണ്, അതിശക്തമായ നിയോഗം. ആ കരുത്തേറിയ നിയോഗം നിറവേറ്റുന്നതിനോ സ്വീകരിക്കുന്നതിനോ ഉള്ള ത്രാണി ആ മനുഷ്യനില്ല, അതിനുള്ള കരുത്ത് ആ മനുഷ്യനില്ല. കാരണം 40 വർഷങ്ങളിലെ മരുഭൂമിയിലെ ജീവിതം മോശയെ, he is now passive. He can't speak. He was with stammering tongue. He was insecure. He don't want to even dream about a good future. He is not strong enough to take up any responsibilities. ഒരു ഉത്തരവാദിത്വവും എടുക്കാനുള്ള കരുത്തില്ലാത്ത, വളരെ പുറകോട്ട് മുഖം മറച്ച് മാറി നിൽക്കുന്ന, സംസാരിക്കുവാൻ പോലും കരുത്തില്ലാത്ത, ഈജിപ്തിലോട്ട് പോയിട്ട് തൊട്ടടുത്ത ഗ്രാമത്തിലോട്ട് പോലും പോയി ഒരു മനുഷ്യനെ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത, ഒരു പുറകിലോട്ട് വലിഞ്ഞു മാറിയിരിക്കുന്ന ഒരുവനായിട്ട് മോശ ഓൾറെഡി മാറിയിരുന്നു. ആ ഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ പർവ്വതത്തിൽ ഒരു ദൈവ പ്രത്യക്ഷത ഉണ്ടാകുന്നത്. ദൈവം നിന്നെ വിസിറ്റ് ചെയ്യുന്നതിന്, നിൻ്റെ ആത്മീകത്തിൻ്റെ ഉയർന്ന ഉച്ചസ്ഥായിയിലിരിക്കുന്ന സമയങ്ങൾ മാത്രമായിരിക്കത്തില്ല തിരഞ്ഞെടുക്കുന്നത്. ശ്രദ്ധിക്കൂ, നീ കർമ്മേലിരിക്കുമ്പോൾ ആയിരിക്കത്തില്ല ദൈവത്തിൻ്റെ സന്ദർശനങ്ങൾ നിൻ്റെ മേലുണ്ടാകുന്നത്. എല്ലാം തീർന്നുവെന്ന് കരുതുന്ന ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുമ്പോഴും ദൈവത്തിൻ്റെ വിസിറ്റേഷനുകൾ നിൻ്റെ മുമ്പിൽ ദൈവം തുറന്നിടാം. ഇനി സാധ്യതകൾ അസ്തമിച്ചു എന്ന് പറയുന്ന ഹോരേബിൽ ആടുകളുടെ പുറകെ പോകുമ്പോഴും ദൈവത്തിൻ്റെ വിസിറ്റേഷൻസിൻ്റെ പരിധിക്ക് പുറത്തല്ല നീ എന്ന് മനസ്സിലാക്കുക. എത്ര പിന്മാറ്റക്കാരനായിട്ട്, എത്ര നശിച്ചു കെട്ടു തീർന്നു എന്ന് ചിന്തിച്ചിരിക്കുന്ന സ്ഥാനത്തും
ഉപവസിച്ചിട്ട് നാളുകളായി, പ്രാർത്ഥിച്ചിട്ട് നാളുകളായി, ദൈവസാന്നിധ്യത്തിൽ ഇരുന്നിട്ട് നാളുകളായി, ബൈബിൾ വായിച്ചിട്ട് നാളുകളായി, ദൈവദാസന്മാരെ മുഴുവൻ ഒഴിവാക്കുകയാണ്, ചർച്ചിൽ പോയിട്ട് വർഷങ്ങളായി, ഇനി ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും കാര്യമില്ല. ഓക്കെ, ബട്ട് സ്റ്റിൽ യു ആർ എ പ്രഷ്യസ് ബിലവഡ് ചൈൽഡ് ഓഫ് ഗോഡ്. നീ ഇപ്പോഴും കർത്താവിൻ്റെ ഭയങ്കര സ്നേഹനിധിയായ ഒരു കുഞ്ഞാണ്. ഹല്ലേലൂയ. ചങ്കു തുറന്ന് നിന്നെ അവിടുന്ന് സ്നേഹിക്കുന്നു. നിന്റെ മേലുള്ള നിയോഗങ്ങൾ പൊടി തട്ടിയെടുക്കുവാൻ പരിശുദ്ധാത്മാവാം ദൈവം നിനക്കൊരു എൻകൗണ്ടർ ഹോരേബിൽ വെച്ച് സമ്മാനിക്കുകയാണ്. ദൈവം മോശയോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ദൈവം തന്നെ പരിചയപ്പെടുത്തിയ ദ ഗാഡ് ഓഫ് എബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്. ഐ ആം ദാറ്റ് ഐ ആം. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്ന ദൈവമാണ്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമായ നിൻ്റെ പിതാക്കന്മാർ. മോശയ്ക്ക് ഒരു ഐഡിയ ഇല്ല ഇതാരാണ്. പിതാക്കന്മാരുടെ ദൈവമാണ്. ഞാനിവിടെ ഇറങ്ങി വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, അങ്ങകലെ ദൂരത്ത് നിനക്കറിയാവുന്ന ഒരു നാടുണ്ട്. ആ നാട്ടിൽ കിടക്കുന്ന എൻ്റെ ജനത്തിൻ്റെ, ഈജിപ്തിൽ മിസ്രൈമിൽ കിടക്കുന്ന എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ കഷ്ടത, അവരുടെ പീഡനങ്ങൾ, അവരുടെ നിലവിളികൾ ഞാൻ കണ്ടു, ഞാൻ കേട്ടു. അവരെ വിടുവിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ദൈവമേ, അവരെ വിടുവിക്കുവാൻ നീ അവിടെയല്ലേ ഇറങ്ങേണ്ടത്? അവരെ വിടുവിക്കുവാൻ നീ എന്താ ഇവിടെ ഇറങ്ങുന്നത്? ഞാൻ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ എല്ലായിടത്തുനിന്ന് ഒളിച്ചു മാറി തന്നെത്താനിരിക്കുന്ന ഈ മുറിക്കകത്താണോ അവരെ വിടുവിക്കുവാൻ നീ ഇറങ്ങുന്നത്? അതെ, നീ പ്രതീക്ഷിക്കുന്നത് മിസ്രൈമിനെ വിടുവിക്കുവാൻ ദൈവം മിസ്രൈമിൽ ഇറങ്ങുമെന്നാണ്. പക്ഷേ ദൈവത്തിൻ്റെ സ്ട്രാറ്റജികൾ വ്യത്യാസമുണ്ട്. ഏതോ ചില രാജ്യങ്ങളെ വിടുവിക്കുവാൻ ഇപ്പോൾ നിന്റെ മുറിക്കകത്ത് സർവശക്തൻ ഇറങ്ങുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് ഏറ്റെടുക്കുവാൻ കഴിയുമോ? മിസ്രൈമിനെ വിടുവിക്കുവാനുള്ള ദൈവത്തിൻ്റെ ആയുധം ഹോരേബിൽ ആടുകളുടെ പുറകെ നടക്കുകയാണ്. അതുകൊണ്ട് നീ എവിടെയുണ്ടോ അവിടെയാണ് നിന്നെ തേടി ഞാൻ ഇറങ്ങി വരുന്നത്. ഇന്ന് നിന്നെ തേടി പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഇറങ്ങി വരുന്നു, സാന്നിധ്യം ഇറങ്ങി വരുന്നു. കാരണം നീ എവിടാണ് അവിടാണ് ഞാൻ ഇറങ്ങുന്നത്. നീ എവിടെയാണ്? എൻ്റെ ദൗത്യങ്ങൾ മറ്റൊരു രാജ്യത്താണ്, പക്ഷേ ഇപ്പോൾ നീ എവിടാണ് അവിടാണ് എനിക്ക് നിന്നെ എൻകൗണ്ടർ ചെയ്യാനുള്ളത്. ഞാൻ ആരാണെന്ന് നിൻ്റെ മുമ്പിൽ തെളിയിക്കാം. നിൻ്റെ ദൗത്യം എന്താണെന്ന് ഞാൻ നിൻ്റെ മുമ്പിൽ തെളിയിക്കാം. നിൻ്റെ ഭാവി എന്താണെന്ന് ഞാൻ നിന്നോട് പറയാം. ഇതിനൊക്കെ അപ്പുറത്ത് എനിക്ക് നിനക്കൊരു പ്രോമിസ് തരാനുണ്ട്. അതാണ് ഇതിലേറ്റവും കീ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഐ ആം ഗോണ ഗിവ് യു എ പ്രോമിസ്. ലിസൺ ടു മീ വെരി കെയർഫുള്ളി. ഞാൻ നിനക്കൊരു വാഗ്ദത്തം തരാൻ പോവുകയാണ്. ഈ ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ മാനുഷികമായി ഒരു കഴിവും നിനക്കില്ല. കാരണം മോശയെ, നീ എന്നോട് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ വിക്കനാണ്. ഇസ്രായേൽ എന്നെ എങ്ങനെ അംഗീകരിക്കും? എന്നെ അയച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? ഇങ്ങനെ വേറെ ആരെങ്കിലും അയക്കണമേ, ഞാനതിന് പറ്റിയ ആളല്ല. ഇങ്ങനെ ഒത്തിരി 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 മറുചോദ്യങ്ങൾ നീ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരൊറ്റ വാഗ്ദത്തം നിനക്ക് തരാനുണ്ട്. നിന്റെ 1000 ചോദ്യങ്ങൾക്ക് ഉള്ള, നിന്റെ സംശയങ്ങൾക്കുള്ള എൻ്റെ ഒരേ ഒരു ഉത്തരം, മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് thee. എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. അതാണ് നിന്റെ ദൗത്യത്തിനും നിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിനും നിന്റെ ഇനിയുള്ള ഭാവിക്കും എനിക്കൊറ്റ സെൻറ്റൻസിൽ നിന്നോട് പറയുവാനുള്ള ആലോചന, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിത, 100 കണക്കിന് ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ മുമ്പിലുള്ളത് അല്ലേ? എങ്ങനെ മുമ്പോട്ട് പോകും? ആർ എനിക്ക് ഒരു അനുകൂലമായിട്ട് നിൽക്കും? ഹൂ വിൽ ഗിവ് മീ എ സ്റ്റേജ്? ഹൗ ഐ വിൽ കം അപ്പ്? എങ്ങനെ എനിക്കൊരു പ്രതീക്ഷയുള്ളത്? എൻ്റെ കുടുംബം ഇനി രക്ഷപ്പെടുമോ? എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താണ്? എനിക്കൊരു ശുശ്രൂഷ എൻ്റെ മുമ്പിലുണ്ടോ? എനിക്ക് ഇനി വീണ്ടും ആരെങ്കിലും എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ? എത്ര ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് അല്ലേ? ഇനി എനിക്കൊരു നല്ല കാലങ്ങൾ അവശേഷിക്കുന്നുണ്ടോ? ഇത്രയും പ്രായമായില്ലേ? ഇത്രയുമൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയില്ലേ? ഒറ്റ കാര്യം മാത്രം, നിൻ്റെ 1000 ചോദ്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരേ ഒരു ഉത്തരം. ഇനി മുതൽ അങ്ങോട്ട് നിൻ്റെ ഭാവിയോട് ദൈവത്തിന് പറയുവാനുള്ള ഒറ്റ സന്ദേശം, ആമേൻ. ദൈവത്തിൻ്റെ ആലോചനകൾ കാച്ചിക്കുറുക്കി ഒരു വാക്കിൽ പറഞ്ഞാൽ, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് thee. യേശുവിൻ്റെ നാമത്തിൽ ആ വാക്കിനെ ഒന്ന് സ്വീകരിച്ചേ. കർത്താവേ, എനിക്ക് വേണ്ടത് അതാണ്. ആ വാക്കെനിക്ക് കിട്ടിയാൽ എനിക്കെല്ലാം കിട്ടി. ഹല്ലേലൂയ. നിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരണം. ആ വാക്കിൽ മോശ കരുത്തനായി മാറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഹോരേബിൽ ഇറങ്ങി നിൽക്കുന്ന ആ സാന്നിധ്യം മോശ എങ്ങും കണ്ടിട്ടില്ല. മോശയ്ക്ക് മനസ്സിലായി, ഇത് ഈജിപ്തിൽ ഞാൻ കണ്ടിട്ടുള്ള മന്ത്രവാദികളുടെയൊക്കെ കരങ്ങളിലുള്ള ട്രിക്കിൻ്റെ
വേറെ ലെവലാണ് ഇത്. ദിസ് ഈസ് എ റിയൽ ഡീൽ. ദൈവം നിന്നെ ഇറങ്ങി ഒന്ന് തൊട്ടാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് എ റിയൽ ഡീൽ. ഈ ദൈവം ഒരു കെട്ടുകഥയല്ല. ദിസ് ഈസ് നോട്ട് എ റിലീജിയൻ. ഒരു എൻകൗണ്ടർ നിനക്കുണ്ടായാൽ, വൺ എൻകൗണ്ടർ വിൽ പ്രൂവ് ദാറ്റ് ഗോഡ് ഈസ് എ റിയൽ ഡീൽ. വൺ എൻകൗണ്ടർ ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ് വിൽ മേക്ക് യു റിയലൈസ് ദാറ്റ് ദിസ് ഗോഡ് ഈസ് സോ റിയൽ. അവൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. ഹോരേബിൽ കണ്ട ആ സാന്നിധ്യം മോശ മനസ്സിലാക്കി. ഇപ്പോൾ ഞാൻ ഇവിടെ കാണുന്ന ഈ സാന്നിധ്യം എൻ്റെ ആയുസ്സിന് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ സാന്നിധ്യം എൻ്റെ കൂടെ വന്നാൽ ഏത് ഡീൽ ചെയ്യുവാൻ പ്രയാസമുള്ള, എന്നെക്കൊണ്ട് കഴിയത്തില്ലെന്ന് പറയുന്ന കേസുകളും ഏറ്റെടുക്കുവാൻ എനിക്ക് കഴിയും. എനിക്ക് പറ്റത്തില്ല, ബട്ട് ഈ സാന്നിധ്യം എൻ്റെ കൂടെ വന്നാൽ എവറിത്തിങ് ഈസ് പോസിബിൾ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭാവി എങ്ങനെ മുമ്പോട്ട് പോകും, എന്തായിത്തീരും, എങ്ങനെ എനിക്കൊരു ജയമുണ്ടാകും? ഒറ്റ കാര്യം, ഈ സാന്നിധ്യം നിൻ്റെ കൂടെ നിന്നാൽ നിൻ്റെ എല്ലാ ചോദ്യചിഹ്നങ്ങളും ഒരു എക്സ്ക്ലമേഷൻ മാർക്കുകളായി മാറും. ചോദ്യചിഹ്നം വളഞ്ഞായിരിക്കുന്നത്, പക്ഷേ ആ വളവിനെ ദൈവം നിർത്തി ഒരു എക്സ്ക്ലമേഷനായി, അത്ഭുത ആശ്ചര്യത്തിൻ്റെ ചിഹ്നമായി മാറും. എപ്പോൾ? വെൻ ദ പ്രസൻസ് സ്റ്റാർട്ട് വർക്കിംഗ് വിത്ത് യു. സാന്നിധ്യം നിൻ്റെ കൂടെ പോന്നാൽ നിൻ്റെ സകല ചോദ്യങ്ങളും അസ്തമിക്കുകയാണ്. മോശെ, നീ അഭിമുഖീകരിക്കാനുള്ളത് ലോകത്തിൻ്റെ കരുത്തനായ ചക്രവർത്തിയുടെ മുമ്പിലാണ്. പോയി അതും റിക്വസ്റ്റ് ചെയ്യുകയല്ല, അയ്യോ ഇസ്രായേലിനെ ഒന്ന് വിടുവിക്കാമോ, ദൈവം എനിക്ക് പ്രത്യക്ഷനായി, ദൈവം പറഞ്ഞു ഒന്ന് വിടുവിച്ചാൽ നല്ലതായിരുന്നു, ഒരു പേപ്പറിൽ അപേക്ഷ എഴുതി കൊടുക്കുന്നതിന് വേണ്ടിയല്ല. പക്ഷേ ലോകത്തിൻ്റെ നോൺ വേൾഡ് മുഴുവൻ അടക്കി ഭരിക്കുന്ന, കാണപ്പെടുന്ന ദൈവമായി മനുഷ്യൻ അംഗീകരിക്കുന്ന ഫറവോ എന്ന ഈജിപ്തിൻ്റെ രാജാവിനെ, ചക്രവർത്തിയെ അവൻ്റെ മുമ്പിൽ കടന്നു ചെന്ന് ദസ് സേ ദ ലോർഡ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ലെറ്റ് മൈ പീപ്പിൾ ഗോ. എൻ്റെ ജനം എന്നെ ആരാധിപ്പാൻ നിന്റെ അടിമത്തത്തിൽ നിന്ന് വിട്ടയക്കുക എന്ന് ഇസ്രായേലിൻ്റെ ദൈവം നിന്നോട് കൽപ്പിക്കുന്നുവെന്ന് അവൻ്റെ മോളിലിരിക്കുന്ന രാജാവിൻ്റെ പ്രതിനിധിയായി ഒരു രാജാവിനെ പോലെ അവൻ്റെ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടെങ്കിൽ മോശ എന്ന പാസീവ്, ഇൻസെക്യൂർ, സ്റ്റാമറിംഗ് ടങ്, ഈ പ്രശ്നങ്ങളെല്ലാമുള്ള ഒരു സാധാരണ മനുഷ്യനെ പറ്റത്തില്ല. നിന്റെ മോളിൽ വന്നിരിക്കുന്ന ഡിവൈൻ അസൈൻമെൻറ്റുകൾ നിന്റെ ബലത്തിലോ, വിദ്യാഭ്യാസത്തിൻ്റെ ബലത്തിലോ, കരുത്തിലോ, പരിചയത്തിലോ, ബന്ധങ്ങളുടെ ശ്രേഷ്ഠതയിലോ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. മാനുഷികമായ പലതും ചെയ്യാൻ അതൊക്കെ പറ്റിയേക്കും. പക്ഷേ ദൈവത്തിൻ്റെ അസൈൻമെൻറ്റുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന അസൈൻമെൻറ്റുകൾ ചെയ്തു തീർക്കണമെന്നുണ്ടെങ്കിൽ, അതിലേക്ക് കാലെടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ടോട്ടലി ഇമ്പോസിബിൾ വിത്ത് യുവർ എബിലിറ്റി അൺടിൽ ആൻഡ് അൺലെസ് ഹിസ് പ്രസൻസ് ഈസ് ബാക്കിംഗ് യു അപ്പ്. അവിടുത്തെ സാന്നിധ്യം നിന്നെ പുറകെ വന്നെങ്കിൽ, നിന്നോട് ചേർന്ന് നിന്നാൽ മാത്രമേ ഇത് നിനക്ക് ചെയ്തെടുക്കുവാൻ കഴിയത്തുള്ളൂ. ഒന്ന് പറഞ്ഞാട്ടെ, ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ടോട്ടലി ഇമ്പോസിബിൾ വിത്ത് മീ. വാട്ട് ഈസ് ഇമ്പോസിബിൾ വിത്ത് മാൻ ഈസ് പോസിബിൾ വിത്ത് ഗോഡ്. നോട്ട് ബൈ മൈറ്റ്, നോട്ട് ബൈ പവർ, ബട്ട് ബൈ ദ സ്പിരിറ്റ് സേസ് ദ ലോർഡ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ തന്നെ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. എന്ന് പറഞ്ഞാട്ടെ, നിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ടെങ്കിൽ ഞാൻ വ്യത്യസ്തനാണ്. ഇതിനകത്ത് അനേകരെ പരിശുദ്ധാത്മാവ് വ്യത്യസ്തരാക്കുകയാണ് കേട്ടോ. ഡിവൈൻ അസൈൻമെൻറ്റുകളിലേക്ക് ദൈവം നിങ്ങളെ തുറന്നു വിടുന്ന സീസണാണ് ഈ മന്ത് ഓഫ് ജൂലൈ 2020. മന്ത് ഓഫ് ജൂലൈ, ഒരു 2020യുടെ ഒരു ഹാഫ് കഴിഞ്ഞുപോയി, അടുത്ത ഹാഫിലേക്ക് നീ കയറിയിരിക്കുമ്പോൾ ഡിവൈൻ അസൈൻമെൻറ്റുകളിലേക്ക് ഹെവൻ ഈസ് ഓപ്പണിംഗ് യു അപ്പ്. ദൈവം നിന്നെ തുറന്നു വിടുകയാണ്. മറ്റ് പല അസൈൻമെൻറ്റുകളും ജീവിച്ച്, പല ചാപ്റ്ററുകൾ തീർത്ത, പല അധ്യായങ്ങൾ തീർത്ത നിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഡിവൈൻ അസൈൻമെൻറ്റുകളിലേക്ക് ചുവടുകൾ എടുത്തു വയ്ക്കുന്ന സ്വർഗീയ നിമിഷങ്ങൾ ഈ വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരികയാണ്. ഒന്ന് പറഞ്ഞാട്ടെ, എനിക്ക് നിന്റെ സാന്നിധ്യമാണ് വേണ്ടത്. ഹല്ലേലൂയ. ഈ സാന്നിധ്യത്തോടുകൂടെ മോശ പോയപ്പോൾ കരുത്തനായ ഫറവോയെ മോശ നേരിട്ടു. മോശ അവിടെ ചെയ്ത അത്ഭുതങ്ങൾ, ഈജിപ്തിൻ്റെ മുഴുവൻ മന്ത്രവാദ ശക്തികളെ, ആഭിചാര ശക്തികളെ, കൂടോത്ര ശക്തികളെ, രാജാവിൻ്റെ ശക്തികളെ, സൈന്യത്തെ ഒന്നിനും പേടിക്കാതെ, ഇനി ദൈവത്തെക്കുറിച്ച് ബോധ്യം പോലും ഇല്ലാതെ 440 വർഷത്തോളമായിട്ട് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ കിടക്കുന്ന ഇസ്രായേലിൻ്റെ നടുവിൽ ജീവനുള്ളൊരു ദൈവമുണ്ടെന്നും ആ ദൈവം നിങ്ങളെ ഇവിടുന്ന് പുറപ്പെടുവിക്കുമെന്നും ആ ദൈവത്തിൻ്റെ പുറപ്പാടിന് വേണ്ടി ഒരുങ്ങുക എന്നും നിങ്ങളുടെ പ്രോമിസ് ഇതല്ല വേറെയാണെന്നും ഒക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്താനും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും
കാലം ജനത്തെ, ദൈവജനത്തെ ഞെരുക്കിയ മിസ്രൈമിനെ ന്യായം വിധിച്ചിട്ട് ഒരു വലിയ വെൽത്ത് ട്രാൻസ്ഫറോടുകൂടെ, സമ്പത്തിൻ്റെ ഒരു ട്രാൻസ്ഫർ സ്വീകരിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു പോരുന്നതിന് വേണ്ടി മോശ എന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായി മാറിയ അവനെ ബലപ്പെടുത്തിയ ഒരേ ഒരു വികാരം, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ. ഒരൊറ്റ പ്രോമിസാണ് ഹോരേബിൽ വെച്ചുള്ള എൻകൗണ്ടറിൽ ദൈവം മോശയ്ക്ക് കൊടുക്കുന്നത്, മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് ദീ. ആ ഒരു പ്രോമിസ് ഉണ്ടെങ്കിൽ, ആ കാര്യം യാഥാർത്ഥ്യമായി നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ലോകത്തിലെ ക്രിയേറ്റർ of the universe, the creator of the universe is standing beside you. നിന്റെ കൂടെ, നിന്റെ വശത്ത് നിന്നാൽ, ആയിരങ്ങൾ നിനക്കെതിരെ വന്നാലും, 10,000 നിനക്കെതിരെ വന്നാലും, എന്തോ നിനക്കെതിരെ വന്നാലും ഒരു ദോഷവും നിനക്ക് ഭവിക്കത്തില്ല. ബിക്കോസ് ദ ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് ഹിസ് സ്പിരിറ്റ് ഈസ് സ്റ്റാൻഡിങ് ബിസൈഡ് യു. നീ ചാരിയിരിക്കുന്നത് ഈ ലോകത്തിലൊരു മനുഷ്യൻ്റെ മേലല്ല, പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ മേലാണ്. ഇളകാത്ത അടിസ്ഥാനത്തിലാണ് നീ ഉറച്ചിരിക്കുന്നത്. കർത്താവിനോട് പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടത് നിൻ്റെ സാന്നിധ്യമാണ്, നിൻ്റെ സാന്നിധ്യമാണ്, നിൻ്റെ സാന്നിധ്യമാണ്. ഈ സാന്നിധ്യവുമായിട്ട് മോശ അങ്ങ് പരിചയിച്ചു കേട്ടോ. ഈ സാന്നിധ്യം മോശയുടെ എല്ലാമായി. The manifested presence became everything for Moses. That became his taste, that became his food, that became his companion. He became everything for Moses. ആ മോശയും ദൈവവും അങ്ങ് വന്ന് കൂട്ടുകാരായി പോയി. They became so friendly that God could even come down and sit face to face with this Moses. ഈ സാന്നിധ്യം അങ്ങ് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്, അതിൻ്റെ അളവ് വർദ്ധിച്ചിട്ട്, മോശ ആ സാന്നിധ്യത്തെ എൻഗേജ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ആ സാന്നിധ്യവുമായി കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്, അവർ തമ്മിൽ വന്ന ബന്ധം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഫേസ് ടു ഫേസ് ബന്ധത്തിൽ വന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മുഖത്തിന് മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, മോശയുടെ മുമ്പിൽ തേജോമയനായ ദൈവം നേരിട്ട് വന്ന് ഇറങ്ങിയിരുന്ന കാര്യങ്ങൾ പറയുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. ദാറ്റ് ബിക്കം എ റൊട്ടീൻ ഫോർ മോസസ്. അങ്ങനെ ആയി മാറി മോശ. അങ്ങനെ അവരുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു, ഏറെ ദൂരങ്ങൾ യാത്ര ചെയ്തു, സീനായി മരുഭൂമിയിലെത്തി. മോശ ദൈവത്താൽ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ദൈവത്തിൻ്റെ നിയോഗപ്രകാരം കടന്നു ചെന്നു. കൽപ്പനകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി മോശ കടന്നു ചെന്നപ്പോൾ ദൈവസാന്നിധ്യത്തിൽ ഏറിയ ദിവസങ്ങൾ മോശ ചെലവഴിക്കുകയാണ്. ഈ സാന്നിധ്യത്തിൻ്റെ ചൂട് അനുഭവിച്ചു തുടങ്ങിയാൽ പിന്നെ ഇതിൽ വർധനവുകളാണ് ഉണ്ടാകുന്നത്, പ്രൊമോഷനുകളാണ് ഉണ്ടാകുന്നത്. ഈ സാന്നിധ്യത്തിൽ പ്രൊമോഷനുകളുണ്ട് കേട്ടോ. പ്രസൻസിൻ്റെ ലെവലിൽ തന്നെ പ്രൊമോഷനുകളുണ്ട്, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രൊമോഷൻസ് യേശുവിൻ്റെ നാമത്തിൽ. ഇതിനകത്ത് സാന്നിധ്യം കൊതിക്കുന്നവരായി ഇത് കേൾക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൻ്റെ മുമ്പിൽ നിങ്ങൾ വന്നിരിക്കത്തില്ല. ആ സാന്നിധ്യം കൊതിക്കുന്നവർ, കേൾക്കുന്നവരുടെ മേൽ ആ പ്രസൻസിനകത്ത് പ്രൊമോഷൻ ഉണ്ടാവുകയാണ്. പ്രസൻസിൽ നിന്ന് ഫേസ് ടു ഫേസ് എൻകൗണ്ടറുകളിലേക്ക്, സീക്രട്ട് റൂമുകളിലേക്ക്. മോശയുടെ പ്രൊമോഷൻസ് ഭയങ്കര ബ്ലസ്ഡ് ആയിരുന്നു കേട്ടോ. ഫേസ് ടു ഫേസ് എൻകൗണ്ടറുകൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് കർത്താവ് അവനെ സീക്രട്ട് റൂമുകളിലേക്ക്, ക്ലെഫ്റ്റ് ഓഫ് ദ റോക്ക്, പാറയുടെ പിളർപ്പിൽ മറച്ചിരുത്തി, ഹല്ലേലൂയ, വരാൻ പോകുന്ന തൻ്റെ മഹത്വം അല്ലെങ്കിൽ തൻ്റെ പിൻഭാഗം കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രൊമോഷൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, പ്രൊമോഷൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഐ കീപ് ഹിയറിംഗ് ദാറ്റ് വേർഡ്, പ്രൊമോഷൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ജസ്റ്റ് റിസീവ് ദാറ്റ്. ഒന്ന് സ്വീകരിച്ചാട്ടെ. ദൈവ സാന്നിധ്യത്തിൽ ഞങ്ങൾ അപ്ഡേഷനുകൾ സ്വീകരിക്കുന്നു. ദൈവ സാന്നിധ്യത്തിൻ്റെ എന്നുമുള്ള അളവുകളല്ല, അതിനകത്ത് പ്രൊമോഷനുകൾ ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രൊമോഷൻ, ഞാനത് എൻ്റെ ഭവനത്തെ നോക്കി വിളിച്ചു പറയുന്നു. ദൈവ സാന്നിധ്യത്തിനകത്ത് പ്രൊമോഷനുകളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. സ്വർഗത്തിൻ്റെ പ്രൊമോഷനുകളെ, ദേ ആർ ന്യൂ എവറി മോർണിംഗ്. ന്യൂ ലെവൽസ് ഓഫ് ഹിസ് പ്രസൻസ്, ന്യൂ ലെവൽസ് ഓഫ് ഹിസ് face to face encounter, new levels of his secret rooms, new levels of his glory encounter, new levels of the heavenly encounters. യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഇതിലേക്ക് കയറുന്തോറും പ്രൊമോഷനുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. I give praise. Oh Lord, we love you, we love you, we love you, we love you, Lord Jesus. ഒന്ന് ആരാധിച്ച് 1-2 മിനിറ്റുകൾ കർത്താവിനെ ഒന്ന് ആരാധിച്ച് ആ കൈകളെ ഉയർത്തി കഴിയുമെങ്കിൽ, we love you Lord, we love you Lord,
आराधना हम करते हैं, पूरे दिल और मन से तेरी महिमा गाते हैं, और हम कहते हैं, दिल से कहते हैं, और हम कहते हैं, प्रभु यीशुआ मुझ में हो तेरी महिमा, प्रभु यीशुआ मुझ में हो तेरी महिमा, मुझ में हो तेरी महिमा. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മോശെ സാന്നിധ്യത്തിൻ്റെ മുകളിലേക്ക് സീനായുടെ പർവ്വതത്തിൻ്റെ മുകളിലോട്ട് കയറിപ്പോയപ്പോൾ താഴ്വരയിൽ ജനം, ഈ സാന്നിധ്യവുമായിട്ട് വലിയ ബന്ധമില്ലാതിരുന്ന ജനം, അവർ അഹ്റോൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ഞങ്ങളെ കൊണ്ടുവന്ന മോശയെ കാണുന്നില്ല, ഞങ്ങളുടെ മുമ്പിൽ നടക്കുവാൻ ഒരു ദൈവത്തെ വേണം. അഹ്റോൻ പറഞ്ഞു, നിങ്ങളുടെ കരങ്ങളിലുള്ള ആഭരണങ്ങളെ കൊണ്ടുതരിക. അവർ സ്വർണ്ണാഭരണങ്ങളെയൊക്കെ പറിച്ച് അഹ്റോൻ്റെ മുമ്പിൽ കൊണ്ടു കൊടുത്തു. അഹ്റോൻ അത് തീയിലിട്ട് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ഇസ്രയേലിൻ്റെ നടുവിൽ വെച്ചിട്ട് പറഞ്ഞു, ഇസ്രയേലേ, നിന്നെ നടത്തിയ ദൈവം ഇതാകുന്നു, നിന്നെ കൊണ്ടുവന്ന ദൈവം ഇതാകുന്നു. ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുന്ന മഹാപാപം, വിഗ്രഹങ്ങളോട് അകന്നിരിക്കണമെന്ന് പറഞ്ഞ, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് പറഞ്ഞ ദൈവത്തിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള ഇൻസിഡൻറ്റ് ഇസ്രയേലിൻ്റെ വിൽഡർനെസ് ജേണിയിൽ ഉണ്ടായത് ആ താഴ്വരയിൽ വെച്ച്. ജനം കാളക്കുട്ടിയെ ആരാധിച്ച് ആർത്തുല്ലസിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് മോശ ഇറങ്ങി വരുന്നു. മോശ ഇറങ്ങി വരുമ്പോൾ ജോഷുവ പറയുന്നുണ്ട്, താഴ്വരയിൽ യുദ്ധഘോഷമുണ്ടെന്ന് തോന്നുന്നു. മോശ പറഞ്ഞു, ഇത് യുദ്ധത്തിൻ്റെയോ ജയിച്ചവരുടെ ആർപ്പോ തോറ്റവരുടെ ആരവമോ അല്ല, ഇത് പാട്ടിൻ്റെയും ഗാനപ്രതിഗാനത്തിൻ്റെയും ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. ഇറങ്ങി വന്നപ്പോൾ മോശ കാണുന്നത്, ജോഷുവ കാണുന്നത്, ഇസ്രയേൽ ദൈവമല്ലാത്തതിൻ്റെ മുമ്പിൽ വീണു വണങ്ങി ആരാധിക്കുന്നു, കാളക്കുട്ടി ആരാധിക്കുന്നു. തുടർന്നുണ്ടായത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. മോശയുടെ കോപം വെളിപ്പെട്ടു. മോശ കൽപ്പലകകളെ എറിഞ്ഞുടച്ചു കളഞ്ഞു. മോശ ആ കാളക്കുട്ടിയെ പൊടിച്ച് വെള്ളത്തിലിട്ട് ജനത്തെ കുടിപ്പിച്ചു. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കുവാൻ പറഞ്ഞു. ലേവ്യർ മാറി നിന്നു. മുഖം നോക്കാതെ, സഹോദരനെന്നോ അപ്പനെന്നോ കൂട്ടുകാരനെന്നോ സ്നേഹിതനെന്നോ നോക്കാതെ വാളെടുത്ത് വെട്ടുവാൻ മോശ പറഞ്ഞു. ലേവ്യർ മുഖം നോക്കാതെ ഒരു സംഹാരം നടത്തി. 3000 പേർ അന്ന് അവിടെ സംഹരിക്കപ്പെട്ടു. ഒരു വലിയ ട്രാജിക് ഇൻസിഡൻറ്റ് ഹാപ്പൻഡ് ഡ്യൂറിങ് ദ വിൽഡർനെസ് ജേർണി ഓഫ് ഇസ്രായേലൈറ്റ്സ്. ഏറ്റവും വേദനപ്പെടുത്തുന്ന സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ സാന്നിധ്യം മുറിഞ്ഞിരിക്കുന്നു, ദൈവ സാന്നിധ്യം വേദനപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളോടുള്ള ബന്ധത്തിൽ മുറിവേൽക്കുന്നത്, വേദനിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയാറുണ്ടോ? ദശലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ അത് അറിഞ്ഞില്ല. പക്ഷേ മോശ അതറിഞ്ഞു. വേദനയോടെ മുറിഞ്ഞിരിക്കുന്ന ഒരു പപ്പായുടെ മുമ്പിലേക്ക് ഒരു കൊച്ചു കുഞ്ഞ് ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നത് പോലെ മോശ തൻ്റെ ടെൻറ്റും എടുത്തുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് യാത്ര ചെയ്തു. മോശയ്ക്കൊരു സീക്രട്ട് ടെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് സമാഗമന കൂടാരമല്ല. ഈ പുറപ്പാട് പുസ്തകത്തിൻ്റെ 33-ാം അധ്യായമൊക്കെ സംഭവിക്കുമ്പോൾ സമാഗമന കൂടാരം വെളിപ്പെട്ട് വന്നിട്ടില്ല. സമാഗമന കൂടാരം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടില്ല. അവിടെ പറയുന്ന കൂടാരം ഒരു ടെൻറ്റ് ഓഫ് മീറ്റിംഗ് ആണ്. അത് മോശയുടെ ഒരു മൊബൈൽ ടെൻ്റാണ്, പേഴ്സണൽ ടെൻ്റാണ്.
33-ാം അധ്യായത്തിലേക്ക് നാം വന്നിരിക്കുന്നു. ഇപ്പോൾ പുറപ്പാട് പുസ്തകം 32-33 നാം വരികയാണ്. 32-ാം അധ്യായമാകുമ്പോഴേക്കും മോശ തൻ്റെ മൊബൈൽ ടെൻറ്റും എടുത്തുകൊണ്ട് മുറിവേറ്റിരിക്കുന്ന ദൈവത്തെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടി ഷഠറവ ഇതുപോലെ ദൈവത്തെ ഡീൽ ചെയ്യാൻ ചില ദേശങ്ങൾക്ക് നടുവിൽ, ചില സഭകളുടെ നടുവിൽ, ചില വ്യക്തികളോടും ചില കുടുംബങ്ങളോടൊക്കെയുള്ള ബന്ധത്തിൽ മുറിവേറ്റിരിക്കുന്ന തിരുസാന്നിധ്യത, ആ സാന്നിധ്യത്തെ ഡീൽ ചെയ്യുവാൻ വിളിയുള്ള, ബോധ്യമുള്ള ചില കുഞ്ഞുങ്ങളെ ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ സാന്നിധ്യം മുറിവേറ്റത് മറ്റാരും തിരിച്ചറിഞ്ഞില്ല. അവരെ നടത്തിക്കൊണ്ടുവന്ന, അവരുടെ എല്ലാമായിരുന്ന, അവരുടെ കൂടെ നിന്ന ടാഞ്ചിബിൾ പ്രസൻസ് ഓഫ് ഗോഡ്, മാനിഫെസ്റ്റഡ് പ്രസൻസ് ഓഫ് ഗോഡ് മുറിവേറ്റത് അവരറിഞ്ഞില്ല. പക്ഷേ ആ നിമിഷം മോശ അറിഞ്ഞു. മോശ ആ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുന്നതാകൊണ്ട്, ആ വ്യക്തിയുടെ കൂടെ നടക്കുന്നതാകൊണ്ട് അവന് മുറിവേറ്റപ്പോൾ മോശ അപ്പം തിരിച്ചറിഞ്ഞു. ഈ നല്ല ആത്മീക ബന്ധത്തിൽ, നല്ല സ്നേഹബന്ധത്തിൽ ഒരു ഭർത്താവും ഭാര്യയും പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു വ്യക്തിക്ക് മുറിവേറ്റാൽ അടുത്ത വ്യക്തി കരയും. ഒരു വ്യക്തി വേദനിച്ചാൽ ചിലപ്പോൾ ദൂരത്തിരുന്ന് പോലും മറ്റേ വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റും. ദൈവത്തിൻ്റെ സാന്നിധ്യം മുറിവേറ്റപ്പോൾ മോശ തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ പട്ടണത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മുറിവേൽക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? നമ്മുടെ ചർച്ചകളിൽ, നമ്മുടെ മീഡിയകളിൽ, നമ്മുടെ വാട്സപ്പുകളിൽ, നമ്മുടെ ഫേസ്ബുക്കുകളിൽ, നമ്മുടെ മെസ്സഞ്ചറുകളിൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മുറിവേൽക്കുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? മോശ തൻ്റെ ടെൻറ്റും എടുത്തുകൊണ്ട് ദൈവത്തെ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടി മോശ പോവുകയാണ്. അത് ഇസ്രായേലിൻ്റെ പാളയം എന്ന് പറയുന്നത് കൊച്ചു പാളയമൊന്നുമല്ല കേട്ടോ. ഇസ്രായേലിൻ്റെ പാളയം ലക്ഷക്കണക്കിന് ജനം വസിക്കുന്ന പാളയമാണ്. ഇപ്പോൾ 1000 പേര് ഒരുമിച്ചൊരു ഗ്രൗണ്ടിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ഏക്കറുകൾ, ഹെക്ടറുകൾ സ്ഥലം ആവശ്യമുണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് ജനം, ഒരുപക്ഷെ ഒരു 20-25 ലക്ഷം ജനമുണ്ടാകും. സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും സമ്മിശ്ര ജാതിയും അവരുടെ ദാസീദാസന്മാരും മൃഗങ്ങളും ഒക്കെ അടങ്ങിയൊരു വലിയ ഏരിയ, കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്ന ആ ഇസ്രയേലിൻ്റെ ടെൻറ്റ്, അത് വിട്ട് മോശ പുറത്തേക്ക് പോവുകയാണ് ഈ ടെൻറ്റും എടുത്തുകൊണ്ട്. ഇതാണ് സാന്നിധ്യം കൊതിക്കുന്നവൻ്റെ യാത്ര. അതൊരു യാത്രയാണ്. ഈ യാത്രയിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നത്. സാന്നിധ്യം കൊതിക്കുന്നവൻ മറ്റാരും ചെയ്യാത്ത യാത്രകളിലേക്ക് തയ്യാറെടുക്കുന്നവരായിരിക്കും. സാന്നിധ്യത്തിലേക്കുള്ള യാത്ര, ഇറ്റ്സ് എ ജേണി ദാറ്റ് യു നീഡ് ടു സ്റ്റാർട്ട് ഫ്രം യുവർ സെൽഫ്. നിന്നിൽ നിന്നും നീ ആരംഭിക്കുന്ന ഒരു യാത്രയാണ് സാന്നിധ്യത്തെ തേടിയുള്ള യാത്ര. സാന്നിധ്യത്തിൻ്റെ പുറകെ പോയ ഏത് അഭിഷിക്തന്മാരെ നിങ്ങളെടുത്ത് നോക്കിക്കോ. അവർ തന്നെത്താൻ മറ്റാരും പ്രേരിപ്പിക്കാതെ, ഈവൻ ദൈവം പോലും അവരെ പ്രേരിപ്പിക്കാതെ അവർ തന്നെത്താൻ യാത്ര ചെയ്യുകയാണ്. അപ്പോസ്തലനാകുന്ന യോഹന്നാനെ പുതിയ നിയമത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു, യേശു സ്നേഹിച്ച ശിഷ്യൻ തൻ്റെ മാറോട് ചാഞ്ഞു. യേശു സ്നേഹിച്ച ശിഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന മത്തായിയുടെ സുവിശേഷത്തിൽ അത് പറയുന്നില്ല, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് പറയുന്നില്ല, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് പറയുന്നില്ല. കാരണം അവർക്ക് ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. ഇനി യേശു ഒരിക്കൽ പോലും അത് പറഞ്ഞിട്ടില്ല. എന്നാൽ യോഹന്നാൻ തനിക്ക് തന്നെ തോന്നുകയാണ്, തന്നെയാണ് യേശുവിനെ ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ താൻ തന്നെ പറയുകയാണ്, തന്നെയാണ് യേശു ഏറ്റവും സ്നേഹിച്ചത്. യേശുവിൻ്റെ മാറോട് ചാരിയിരിക്കുവാൻ യേശു ആരെയും പ്രത്യേകിച്ച് ക്ഷണിക്കുന്നതായിട്ട് ഞാൻ ബൈബിളിൽ കണ്ടിട്ടില്ല. പക്ഷേ അവൻ കയറി ചേർന്ന് എല്ലാവരും അകലം വിട്ടിരുന്നപ്പോൾ അവൻ ചേർന്ന് അല്പം കൂടി ചേർന്ന് ആ മാറിലേക്ക് ചാരിയിരിക്കുകയാണ്. ദിസ് ഈസ് എ ഡിസിഷൻ, ദിസ് ഈസ് എ ജേർണി ദാറ്റ് യു നീഡ് ടു സ്റ്റാർട്ട് ഫ്രം യുവർ സെൽഫ്. നിന്നോടു ചേർന്ന് കുറെ കൂടി ചേർന്ന്
നിൻ കാൽപ്പാടുകളിൽ നടക്കും ഞാനെന്നും. നിന്നോടു ചേർന്നു കുറെ കൂടി ചേർന്നു, നിൻ കാൽപ്പാടുകളിൽ നടക്കും ഞാനെന്നും. എന്നേശുവേ, എൻ ദൈവമേ, നിൻ മാർവിൽ ഞാൻ ചാരുന്നപ്പാ. നിൻ കൈകളെന്നെ പുണരുന്നല്ലോ, ഒഴുകുന്നു നിൻ സ്നേഹമെന്നിൽ. നീ മാത്രമാണെൻ്റെ ദൈവം, എന്നുമെന്നും എൻ്റെ ദൈവം. ഇതൊരു യാത്രയാണ് കേട്ടോ. മോശ അങ്ങ് യാത്ര ചെയ്യുക ടെൻറ്റുമായിട്ട്. എന്നിട്ട് പാളയമൊക്കെ കടന്ന് എത്ര മണിക്കൂറുകൾ എടുത്തു ആ യാത്രയ്ക്ക് എനിക്കറിയത്തില്ല. പല മണിക്കൂറുകൾ എടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു രാത്രി മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ടാകാം, ഒരുപക്ഷെ ഒരു പകൽ മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ടാകും, ഒരുപക്ഷെ അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടാകാം. യാത്ര ചെയ്ത് പാളയം കടന്ന് പാളയത്തിന് ഏറെ ദൂരത്ത് പുറത്ത് ഒരു വെളിപ്രദേശത്ത് തൻ്റെ ആ മൊബൈൽ ടെൻറ്റ് കൊണ്ടുവന്ന് അടിച്ചു. അപ്പോൾ ജോഷുവയും മറ്റ് യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്ന ചിലരും അതിൻ്റെ പുറകെ ചെല്ലുന്നുണ്ട്. അവർക്കൊന്നും അകത്ത് കടക്കാനുള്ള സാധ്യതകളില്ലെങ്കിലും അവർക്കറിയാം സാന്നിധ്യം ഇറങ്ങുന്നതിൻ്റെ പുറമെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നതിൻ്റെ സുഖം അതനുഭവിക്കുന്നതിന് വേണ്ടി ചിലർ പോകും. അങ്ങനെ കുറേ കാലം അനുഭവിക്കുന്നവനെയാണ് പിന്നത്തേതിൽ ചരിത്രമാക്കി ദൈവം മാറ്റുന്നത്. ചിലപ്പോൾ ഇതുവരെ ഒരു എൻകൗണ്ടർ നിനക്കുണ്ടായിട്ടില്ല. മറ്റനേകരുടെ എൻകൗണ്ടറുകൾ കേട്ടും കണ്ടും വായിച്ചും വീണ്ടും വീണ്ടും നീ പുറകെ പോവുകയാണ്. ഇതുവരെ അതിൻ്റെ അകത്ത് കയറി ഫേസ് ടു ഫേസ് എന്താണെന്ന് നീ അറിഞ്ഞിട്ടുണ്ടാകത്തില്ല. പക്ഷേ ഇപ്പോഴും എന്തോ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഞാനത് അനുഭവിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ പുറമേ ഇരിക്കുമ്പോൾ തന്നെ എനിക്കതിൻ്റെ ഒരു സുഖമുണ്ട്. എങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ്റെ പുറകെ പോകുന്ന ചിലരുണ്ട്. നീ തുടർന്നു, നീ പതിവായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഓരോ എൻകൗണ്ടറും കിട്ടിയില്ലെങ്കിലും പുറകെ നീ പോയാൽ നിൻ്റെ ചരിത്രം നാളുകളിൽ ദൈവം തങ്കലിപികളാൽ രേഖപ്പെടുത്തുവാനിടയാകും. നിൻ്റെ സീസൺ വരാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വി ഗിവ് യു ഗ്ലോറി. ഒരു ജോഷുവ ജനറേഷനെ പരിശുദ്ധാത്മാവ് അണിയറകൾക്കുള്ളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ജോഷുവ ജനറേഷൻ ഈസ് റൈസിംഗ്. Joshua generation is rising to capture the territories, to wage the war against God's enemies. ദൈവത്തിൻ്റെ ശത്രുക്കളെ ഒന്നൊന്നായി തോളത്ത് കാൽ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ ശത്രുക്കളെ ദൈവത്തിൻ്റെ യുദ്ധങ്ങൾ ചെയ്യുവാൻ ടെറിറ്ററികൾ പിടിച്ചെടുക്കുന്ന ഒരു ജോഷുവ ജനറേഷനെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കിക്കൊണ്ട് സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു. സോ മോസസ് ആ കൂടാരത്തിനകത്ത് കയറി. മോശ കൂടാരത്തിനകത്ത് കയറിയപ്പോൾ മേഘം വന്ന് കൂടാരം നിറച്ചു, അതിനെ മൂടി. ജോഷുവയും മറ്റും പുറമേ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു സ്നേഹിതൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ. ഞാൻ പറയുന്നത് എക്സോഡസ് ചാപ്റ്റർ 32 33 ഒരു സ്നേഹിതൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ മോശയും ദൈവം തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൊച്ചി ഇറക്കം പപ്പായെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുറിവേറ്റ പപ്പായെ ദൈവം പറഞ്ഞു, ഞാൻ ഇവരെ നശിപ്പിക്കും, ഞാൻ നിന്നെ ഒരു ജാതിയാക്കും, ദശലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേലിനെ ഞാൻ നശിപ്പിക്കും, പക്ഷെ നിന്നെ ഞാനൊരു ജാതിയാക്കും. ബിക്കോസ് യു ഡിസയർ മീ. നിനക്കെന്നെ വേണം, ഇവർക്കെന്നെ വേണ്ട. മോശ പറയുകയാണ്, നീ അവരെ നശിപ്പിച്ചാൽ ചുറ്റുമുള്ള ജാതികൾ മുഴുവൻ തിരിച്ചറിയും, ഓ, ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ട് മരുഭൂമിയിൽ കൊണ്ടുപോയി നശിപ്പിച്ചു, ഈ ദൈവത്തിന്, ഇവരുടെ ദൈവത്തിന് ഇവരെ കനാൻ വരെ കൊണ്ടുപോകാനുള്ള കരുത്തില്ല എന്ന് ജാതികൾ പറഞ്ഞ് പരിഹസിക്കും. അതുകൊണ്ട് നീ പിന്മാറണം. നീ അവരെ നശിപ്പിക്കുകയാണെങ്കിൽ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണം. ദൈവം പറഞ്ഞു, നിൻ്റെ പേര് ഞാൻ മായ്ക്കത്തില്ല, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ക്കും. പക്ഷേ മോശ ദൈവത്തെ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ആവർത്തിക്കട്ടെ, ദൈവത്തെ ഇങ്ങനെ ആവർത്തിച്ച് സംസാരിച്ച് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം അതിനു വേണ്ടി നിന്നു കൊടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതാണ് സാന്നിധ്യത്തിൻ്റെ ഒരു പുരുഷൻ്റെ യോഗ്യത.
നിൻ്റെ വാക്കുകളുടെ മുമ്പിൽ അത് കേൾക്കുവാൻ, അതിന് അംഗീകാരം തരുവാൻ ദൈവം തന്നെത്താൻ, അതൊരു സുഖമാണ് കേട്ടോ. അത് ദൈവത്തിനൊരു പപ്പായുടെ സുഖമാണ്, സ്നേഹിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ വാക്ക് കേൾക്കുന്നത്. He is raising up presence carriers. ഒരു ഡിഫറെൻറ്റ് ലെവലിലുള്ള ബ്രീഡിനെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന ഡിഫറെൻറ്റ് ബ്രീഡ് ഓഫ് പ്രസൻസ് ക്യാരിയേഴ്സ്, ഗ്ലോറി ക്യാരിയേഴ്സ്. ഹോളി സ്പിരിറ്റ് ഈസ് റൈസിംഗ്. റഷ്മന ലന്ത്ര ലബ്ര ലഗൽ ഖുറോസിയാത്ര റബശസിയാത്ര. മോശ ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം മോശയോട് പറയുന്നു, ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ദൂതനെ ഇനി നിങ്ങളുടെ കൂടെ അയക്കാം. 32 ലാസ്റ്റും 33 ആദ്യ വാക്യങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ദൈവം പറയുന്നു, മൈ ഏഞ്ചൽ, ഐ വിൽ സെൻഡ് മൈ ഏഞ്ചൽസ് അഹെഡ് ഓഫ് യു. എൻ്റെ ദൂതനെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അയക്കാം. എൻ്റെ ദൂതൻ നിങ്ങളെ ഞാൻ വാഗ്ദത്തം ചെയ്ത കനാനിലേക്ക്, പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് നിങ്ങളെ നയിക്കും. പക്ഷെ ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കത്തില്ല. ഞാൻ നിങ്ങളുടെ നടുവിൽ നടന്നാൽ ഞാൻ നിങ്ങളെ നശിപ്പിച്ചു കളയും. ബിക്കോസ് ദിസ് പീപ്പിൾ ആർ സ്റ്റിഫ് നെക്ഡ്. ഇത് ദുശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഇവരുടെ നടുവിൽ നടന്നാൽ ഇവരെ നശിപ്പിക്കും. എൻ്റെ ദൂതനെ ഞാൻ അയക്കാം. എൻ്റെ ദൂതൻ നിങ്ങളെ ഞാൻ പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് നയിക്കും. നിശ്ചയമായിട്ടും അത് സംഭവിക്കും. ബൈബിൾ പറയുന്നത്, ഈ വാക്ക് കേട്ടപ്പോൾ ഇസ്രായേലിനൊക്കെ സങ്കടമായി, അത്രയേ ഉള്ളൂ. അവരതങ്ങ് കഴിഞ്ഞു. ദൈവം ഇനി കൂടെ നടക്കത്തില്ല. അയ്യോ, ദൈവം നടക്കത്തില്ലേ? നീ ദൂതനാണോ വരുന്നത്? ദൂതനാണ് വരുന്നത്. ഓക്കെ, ബട്ട് ഫോർ ദം ഇറ്റ്സ് നത്തിങ്. കാരണം ദേ ഗെറ്റ് ദ റേഷൻ ഡെയിലി. എല്ലാ ദിവസവും കിട്ടുന്ന മന്ന കിട്ടുന്നുണ്ടെങ്കിൽ ദേ ആർ സാറ്റിസ്ഫൈഡ്. എല്ലാ ദിവസവും വരുന്ന കാടപ്പക്ഷികൾ വരുന്നുണ്ടെങ്കിൽ ദേ ആർ സാറ്റിസ്ഫൈഡ്. വാഗ്ദത്തം പറഞ്ഞ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ വി ആർ സാറ്റിസ്ഫൈഡ്. അവർക്കത് മതി. വാഗ്ദത്തത്തിൽ കയറണം, മന്നായും കാടപ്പക്ഷിയും കിട്ടണം, കാര്യങ്ങൾ നടക്കണം, ചെല്ലേണ്ടടുത്ത് ചെല്ലണം. ദേ ആർ സാറ്റിസ്ഫൈഡ്. അവർക്ക് ദൂതനായാലും വേണ്ടില്ല, ദൈവം ആയാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല. പക്ഷേ ഇവിടെയാണ് നമ്മൾ വായിച്ച വാക്യം കിടക്കുന്നത്. മോശ വട്ടം കയറി നിൽക്കുകയാണ്. എന്നിട്ട് ദൈവത്തെ നോക്കി പറഞ്ഞു. എന്താ പറഞ്ഞത്? അവിടുന്ന് എന്താ പറഞ്ഞത്? ആരെ ഞങ്ങളുടെ കൂടെ അയക്കുമെന്നാണ് പറഞ്ഞത്? നിനക്ക് കരുണയുണ്ടെങ്കിൽ നീ പറയണം, ആരെ ഞങ്ങളുടെ കൂടെ അയക്കും? നിൻ്റെ വഴികളെ ഞങ്ങളെ അറിയിക്കണം. നിൻ്റെ വഴികളെ, നിൻ്റെ പ്രവൃത്തികളെ എന്നെ അറിയിക്കണം. ആരെ ഞങ്ങളുടെ കൂടെ അയക്കുമെന്ന് നീ അറിയിക്കണം. ഹല്ലേലൂയ. മോശ കയറി നിൽക്കുകയാണെന്നറിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ പോരും. ഞാൻ നിനക്ക് സ്വസ്ഥത തരും. ഒറ്റ മനുഷ്യൻ ആ സാന്നിധ്യത്തെ ആഗ്രഹിച്ചപ്പോൾ ദൈവം തൻ്റെ വാക്ക് മാറ്റിയിട്ട് പറയുകയാണ്, ഞാൻ പോരത്തില്ല, ദൂതനെ അയക്കാമെന്ന് പറഞ്ഞ ദൈവം പറയുന്നു, മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് thee. മോശ ചാടി പറയുകയാണ്, ഇഫ് യുവർ പ്രസൻസ് ഡസന്റ് കം വിത്ത് us, ഡു നോട്ട് സെൻഡ് us ഫ്രം ദിസ് പ്ലേസ്. നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിക്കരുതേ. മോശ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിന്റെ സാന്നിധ്യമില്ലാതെ ദൂതനോടുകൂടെ അങ്ങ് കനാൻ ദേശത്ത് ചെന്ന് പാലും തേനും ഒഴുകുന്ന നാട് സ്വന്തമാക്കുന്നതിനേക്കാൾ ഈ മരുഭൂമിയാണേലും നിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് കിടന്ന് ശാകുന്നതാണ് എനിക്കിഷ്ടം. വാട്ട് ഐ നീഡ് ഈസ് നോട്ട് എ ലാൻഡ് വിത്ത് മിൽക്ക് ആൻഡ് ഹണി. വാട്ട് ഐ നീഡ് ഈസ് യു. ഓൾ ഐ നീഡ് ഈസ് യു. ഓൾ ഐ നീഡ് ഈസ് യു. നിങ്ങളിൽ എത്ര പേർക്ക് കർത്താവിനെ കൊതിയുണ്ട്? സാന്നിധ്യത്തെ കൊതിയുണ്ട്? നിന്റെ സാന്നിധ്യമില്ലാതെ വാഗ്ദത്തത്തിൽ കയറുന്നതിനേക്കാൾ, നിന്റെ സാന്നിധ്യമില്ലാതെ കൃപാവരങ്ങൾ കിട്ടുന്നതിനേക്കാൾ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയില്ലാതെ ഫേമസ് ആകുന്നതിനേക്കാൾ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയില്ലാതെ റിച്ചസ് ആൻഡ് ഗ്ലോറി ആൻഡ് ഓണർ കിട്ടുന്നതിനേക്കാൾ we choose to die on this wilderness with your presence. നിന്റെ സാന്നിധ്യത്തോടു കൂടെ ഇവിടെ നിൽക്കുന്നതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. Where your presence, that is my heaven. Your presence is heaven to me എന്ന് പറയുന്ന ഒരു തലമുറയുണ്ടോ? മോശ അങ്ങനെ പറഞ്ഞു. കർത്താവിൻ്റെ മുഖത്ത് നോക്കി, ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി. ഞാനങ്ങ് ചിന്തിക്കുക, ആ മുഖത്ത് കർത്താവ് നോക്കിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നോട് കരുണ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. വാവ്.
മോശ ചാടി പറഞ്ഞു, then show me your glory. മോശയുടെ പ്രയർ റിക്വസ്റ്റുകളുണ്ടോ? then show me your glory. അടുത്ത ലെവലിലോട്ട് കയറുകയാണ്. If you are a presence lover, I tell you, the doors are opening before you. നിന്റെ മുമ്പിൽ ചരിത്രത്തിൽ ആർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വാതിലുകൾ അവൻ തുറന്നു നിന്ന് നിന്നെ അടുത്ത ലെവലുകളിലോട്ട് കയറ്റുകയാണ്. കർത്താവ് പറഞ്ഞു, there is a secret place with me. ഒരു പാറയുടെ പിളർപ്പുണ്ട്, ഒരു രഹസ്യ സ്ഥലമുണ്ട്. I will hide you there. ഞാൻ നിന്നെ അവിടെ മറയ്ക്കാം, എന്നിട്ട് എൻ്റെ മഹത്വം കടന്നു പോകും. എൻ്റെ മഹത്വം കടന്നു പോകുമ്പോൾ എൻ്റെ മുൻഭാഗം ആർക്കും കാണാനൊക്കത്തില്ല, എൻ്റെ പിൻഭാഗം നിനക്ക് കാണാം. എൻ്റെ മുൻഭാഗം കണ്ടാൽ ആരും ജീവനോടെ ഇരിക്കത്തില്ല. തൊട്ടടുത്ത അധ്യായം 34 അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ആ പാറയുടെ പിളർപ്പിലേക്ക് മോശയെ കയറ്റി സീനായുടെ മുകളിൽ കൊണ്ടുപോയി ആ പാറയുടെ പിളർപ്പിൽ കയറ്റിയിട്ട് തൻ്റെ കൈ കൊണ്ട് മറച്ചിട്ട് യഹോവയായ ദൈവത്തിൻ്റെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു വെളിപ്പാടിനെ മോശയുടെ മുമ്പിൽ തുറക്കുകയാണ്. അവൻ്റെ നാമം, അവൻ്റെ പ്രവർത്തികൾ, ഹിസ് വെർച്യൂസ്, അവൻ്റെ ഗുണങ്ങൾ. യഹോവ കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയമുള്ളവൻ, 1000 ദയപാലിക്കുന്നവൻ. എന്നാൽ ഇസ്രായേലിന് ഇങ്ങനെയൊന്നുള്ളൊരു മുഖത്തെക്കുറിച്ച് ബോധമില്ല. അവരോട് പറയുന്നത് കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. പക്ഷേ സാന്നിധ്യത്തിൽ കയറി പോകുന്നവനെ, ദൈവത്തെ കൊതിക്കുന്നവനെ സീക്രട്ട് പ്ലേസിലോട്ട് കൊണ്ടുപോയിട്ട്, സാന്നിധ്യത്തിൽ നിന്ന് സീക്രട്ട് പ്ലേസിലോട്ടുള്ള പ്രൊമോഷൻ, അത് വേറെ ലെവലാണ് കേട്ടോ. സീക്രട്ട് പ്ലേസസ് വിത്ത് ഗോഡ്. പാറയുടെ പിളർപ്പുകൾ, രഹസ്യ അറകൾ. ദാവീദൊക്കെ പറയുന്നുണ്ട്, അനർത്ഥ ദിവസത്തിൽ എന്നെ ഒളിപ്പിക്കുന്ന ഒരു കൂടാരമുണ്ട്, തിരുനിവാസത്തിന് മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ദാവീദ് വീണ്ടും പറയുന്നുണ്ട്, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും മനുഷ്യപുത്രന്മാർക്കാണെങ്കിൽ നീ നിവർത്തിച്ചിരിക്കുന്നതുമായ നിന്റെ മഹിമ എത്ര വലുത്. നീ അവരെ മനുഷ്യരുടെ വാക്കുകളുടെ പെരുപ്പത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും, തൻ്റെ കൂടാരത്തിൽ അവരെ ഒളിപ്പിക്കും. ദൈവത്തിൻ്റെ രഹസ്യ അറകളുണ്ട്. നിങ്ങളെ കയറ്റിയിരുത്തി ഒളിപ്പിച്ച് ചിലത് പകർന്നു തരുന്ന, ചിലത് വെളിപ്പെടുത്തുന്ന, ചിലത് സംസാരിക്കുന്ന, നിൻ്റെ മുഖം കാണുന്ന, പാറയുടെ പിളർപ്പിലിരിക്കുന്ന, കടുന്തൂക്കിൻ്റെ മറവിലിരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിൻ്റെ മുഖം കാണട്ടെ, നിൻ്റെ സ്വരം കേൾക്കട്ടെ എന്നൊക്കെ ഉത്തമഗീതത്തിൽ നാം വായിക്കുന്നത് പോലെ സാന്നിധ്യം കൊതിക്കുന്നവനെ കൊണ്ടുപോകുന്ന അടുത്തടുത്ത ലെവലുകളുണ്ട്. ദൈവം മോശയെ കൊണ്ടുപോവുകയാണ്. 34 അധ്യായത്തിൽ അടുത്ത അളവുകൾ അവൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് 34 അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ദൈവത്തിൻ്റെ മൂഡ് മാറുകയാണ്. ഒരുത്തൻ അവൻ്റെ സാന്നിധ്യത്തെ കൊതിക്കുന്നു എന്ന് കാണുമ്പോൾ ദൈവത്തിൻ്റെ മൂഡ് മാറി. ഇസ്രയേലിൻ്റെ നേരെ ഞാൻ വരത്തില്ല, ഇത് സ്റ്റിഫ് നെക്ഡാണ്, ഇവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ ദൈവം ഏതാനും ഒരു കൊച്ചു പൈതൽ പപ്പായെ ഡീൽ ചെയ്യുന്നത് പോലെ അല്പസമയം ഓൾ ഐ നീഡ് ഈസ് യു എന്ന് പറഞ്ഞ് അവൻ്റെ മുഖം നോക്കി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പപ്പായുടെ മൂഡ് മാറുകയാണ്. പപ്പ പറയുകയാണ്, ഒരു ജനത്തിലും സംഭവിച്ചിട്ടില്ലാത്ത, ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങളെ ഞാൻ നിൻ്റെ ജനത്തിൽ ചെയ്യാൻ പോവുകയാണ്. ഞാൻ നിന്നോട് ചെയ്യുവാൻ പോകുന്നത് വലുതാണ്. 34:10 ഇങ്ങനെ പറയുന്നത്, അതിനവൻ അരുളി ചെയ്തത്, ഞാനൊരു നിയമം ഉണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിൻ്റെ സർവ്വജനത്തിനും മുമ്പാകെ ഞാൻ ചെയ്യും. നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെ ഈ യഹോവയുടെ പ്രവൃത്തികളെ കാണും. ഞാൻ ഇന്ന് നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമുള്ളത് തന്നെ. ഓ മൈ ഗോഡ്, മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ മൂഡ് മാറി. ഇസ്രായേലിനോടുള്ള വാഗ്ദത്തങ്ങളെ അവൻ ഉറപ്പിക്കുന്നു, മോശയോടുള്ള വാഗ്ദത്തങ്ങളെ അവൻ ഉറപ്പിക്കുന്നു. When a presence lover in the midst of millions of people, ദശലക്ഷക്കണക്കിന് ഇസ്രായേലിന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വില കൽപ്പിക്കാതിരിക്കുമ്പോൾ, കാളക്കുട്ടിയെങ്കിൽ കാളക്കുട്ടി, പൊന്നും വെള്ളിയെങ്കിൽ പൊന്നും വെള്ളി, എന്തിൻ്റെയും പുറകെ പോകുമ്പോൾ ഒറ്റയൊരുത്തൻ സാന്നിധ്യത്തെ കൊതിക്കുന്നവൻ അവൻ്റെ പുറകെ പോയപ്പോൾ അവനെ പ്രതി ഒരു രാജ്യത്തോട് ക്ഷമിച്ച് കരുണ കാണിച്ച് ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുന്നത് ഒരു പ്രസൻസ് ലവറിനെ ദൈവത്തിന് കിട്ടിയാൽ ഈ തലമുറയിലും മനുഷ്യർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് ഗോഡ് ഗെറ്റ്സ് somebody who loves him, ഇന്നും അവൻ പറയാൻ കൊതിക്കുന്നു, എനിക്ക് നിന്നോട് കരുണ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പറയാൻ കൊതിക്കുന്ന ചിലർ ഈ തലമുറയിലുമുണ്ട്. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അനുവദിച്ച നാളെയും ഞാൻ തുടരുന്നതായിരിക്കും. ദൈവസാന്നിധ്യത്തിൻ്റെ അടുത്ത അളവുകളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകട്ടെ. ദൈവസാന്നിധ്യം എന്താ നമ്മൾ ചെയ്യുന്നത്? വീണ്ടും വീണ്ടും കർത്താവ് വ്യത്യസ്ത തലങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരട്ടെ. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ ശുശ്രൂഷയിൽ, ഈ ഫേസ്ബുക്ക് ലൈവിൽ, ഈ പേജിലൂടെ
ദൈവസാന്നിധ്യത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്ന, അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചതുപോലെ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കരുണ തോന്നിയിരിക്കുന്നു എന്ന് മോശയോട് പറഞ്ഞതുപോലെ അങ്ങയുടെ സാന്നിധ്യത്തെ അടുത്തറിയുന്ന, അങ്ങയെ മുഖാമുഖം കണ്ട് സംസാരിക്കുന്ന, അത് കൊതിക്കുന്ന, അതിനുവേണ്ടി യാത്ര ചെയ്യുന്ന, അതിനുവേണ്ടി എന്ത് വിലയും മുടക്കുന്ന, മറ്റെന്തിനേക്കാളും, പൊന്നിനേക്കാളും വെള്ളിയേക്കാളും പാലിനേക്കാളും തേനിനേക്കാളും ഖനാനേക്കാളും മന്നയേക്കാളും കാടപ്പക്ഷിയേക്കാളും മറ്റെന്തിനേക്കാളും അവിടുത്തെ സാന്നിധ്യത്തെ കൊതിക്കുന്ന, തുടിക്കുന്ന ഒരു തലമുറയെയും അതിനോട് ഒട്ടിയിരിക്കുന്ന ഒരു ജോഷുവ ജനറേഷനെയും പരിശുദ്ധാത്മാവേ അവിടുന്ന് ഈ തലമുറയിൽ എഴുന്നേൽപ്പിക്കണമേ. അവിടുന്ന് വേദനിച്ചാൽ വേദനിക്കുന്ന, അവിടുന്ന് വേദനിച്ചാൽ അവിടുത്തെ വേദന മാറ്റുന്നതിന് അങ്ങയുടെ മുമ്പിൽ മുഖാമുഖം വന്നിരിക്കുന്ന, അത് ജീവിതത്തിൻ്റെ കൊതിയായി മാറുന്ന, അവിടുത്തെ രഹസ്യയിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു തലമുറയെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുന്നത് കൊണ്ട് സ്തോത്രം. വലിയ അത്ഭുതങ്ങൾ ഈ ജനത്തോട് ചെയ്യണമേ. മോശയോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞാൻ ഈ ജനത്തിന് മേൽ പറയുന്നു, ഇവരോട് അവിടുന്ന് ചെയ്യുവാനുള്ളത് ഭയങ്കരമായിട്ടുള്ളതാണ്. ലോകത്തൊരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്തത് ഈ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഈ തലമുറയിൽ ചെയ്യണമേ. അങ്ങയുടെ സാന്നിധ്യത്തെ പ്രതി ചെയ്യണമേ. വലിയ ഹെവി പ്രസൻസിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കഴിയുന്നതും മറ്റുള്ളവരോട് അറിയിക്കുക, ഈ ലിങ്ക് ഷെയർ ചെയ്യുക. സാന്നിധ്യം കൊതിക്കുന്ന എല്ലാവരെയും ഈ ഈവനിങ്ങുകൾ നടക്കുന്ന ലൈവുകളെക്കുറിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തുക. കർത്താവ് നമ്മെ വലിയ ഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ് മീ ടുഡേ. ഗോഡ് ബി വിത്ത് യു. ആമേൻ.